ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലൈഫ് ഇൻ സുരേന്ദ്രൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മിസ്റ്റർ ഇന്ത്യ സുരേന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹം വിവിധ നിരവധി തവണ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയിട്ടുണ്ട്. മിസ്റ്റർ സൗത്ത് ഇന്ത്യ ആയിരുന്നു, മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു, സീനിയറിലും മാസ്റ്റേഴ്സിലും അല്ലേ? അതെ. അതേപോലെ ഇപ്പോഴും നിരവധി മിസ്റ്റർ ഇന്ത്യമാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച ഒരു ജിം ട്രെയിനർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സയന്റിഫിക് ടെമ്പർ പുലർത്തുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് കൂടുതൽ ശരിയായ കൃത്യതയാർന്ന ഉത്തരങ്ങൾ നമുക്ക് സുരേന്ദ്രൻ ചേട്ടന് ലഭിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ നാട്ടില് ഈ ജിമ്മിൽ പോകുന്ന ശീലം ഒരുപാട് ഉണ്ട്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജിമ്മിൽ പോകണമെങ്കിൽ നമുക്ക് ദൂരെയുള്ള ഒരു നഗരത്തിൽ പോകണമായിരുന്നു. പക്ഷെ ഇന്ന് ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഒന്നോ രണ്ടോ ജിം ഉള്ള ഒരു അവസ്ഥയുണ്ട്. ഈ ജിമ്മിൽ വരുന്ന ആൾക്കാരൊക്കെ പല പല ഉദ്ദേശങ്ങളായിട്ടായിരിക്കും വരുന്നത്. ഒന്ന്, ഭാരം കുറയ്ക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, ഭാരം കൂട്ടാൻ വരുന്ന ആൾക്കാരുണ്ട്, മസിലൊക്കെ നല്ല ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിലും അവർ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കൊച്ചിനെ അല്ല ഒരു കുട്ടിയെ നീന്തം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിയോ ഇനി മറ്റെന്തെങ്കിലും ഗെയിമോ അവർ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ബാലപാഠമാണ് പഠിപ്പിക്കുന്നത്. പിന്നീട് അവൻ ഏത് ലെവലിലേക്ക് എത്തുമോ അത് പിന്നീടുള്ള കാര്യമാണ്. അത് അവരുടെ പിന്നീടുള്ള താല്പര്യങ്ങളും ഒക്കെ. പക്ഷേ ബേസിക്കലി ഒരു മിസ്റ്റർ ഇന്ത്യ പിന്നീട് ആവാൻ സാധ്യതയുള്ള ഒരു കുട്ടി ജിമ്മിൽ വെച്ച് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വെയിറ്റ് ഡൗൺ ചെയ്യാൻ ആര് വന്നാലും അവരെ ആദ്യം കളിക്കാനുള്ള എന്താ പറയാ, കളിക്കാൻ അവരുടെ ശരീരം മസിലിനെ സെറ്റാക്കി എടുക്കുക. വന്നപാടെ അവരെ അങ്ങ് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഒരുക്കിയെടുക്കുക. അതിനൊരു 3 മാസം എടുക്കും ബേസിക് ആയിട്ട് അവരുടെ ശരീരം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് അവർക്ക് കളിക്കാൻ കഴിയുന്നത് ശരിക്കും. അപ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ആയിട്ടാണ് എല്ലാം കൂടുതലും ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെ അത്രയും ആൾക്കാർക്ക് പണ്ടത്തെ മാതിരി ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ബെഞ്ച് പ്രസിന്റെ റാഡൊക്കെ കൈ തന്നിരുന്നുള്ളൂ. സോ ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് അവരെ അവരുടെ പ്രായം, അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്. ഇപ്പൊ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ IT മേഖലയിൽ നിന്ന് വരുന്ന ഒരാളും തമ്മിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവരോട് നമ്മൾ ചോദിക്കും അവരുടെ ഹിസ്റ്ററി എന്താണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നീട് അവരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് അതിൽ മാറ്റം വരുത്തുന്നത്. സോ അതങ്ങനെയാണ്. ഈ പ്രധാനമായും ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം വയറാണല്ലോ. ഈ വയറ് കുറയ്ക്കാൻ മാത്രമായിട്ട് എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ? പെട്ടെന്ന് വയറ് കുറയാൻ എന്താ പരിപാടി? നോക്കൂ, വയറ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സംഭവമുണ്ട്. ഒന്ന് വയറിൽ 6 പാക്ക് വരിക അല്ലെങ്കിൽ പാക്സ് വരിക എന്നുള്ളതാണ് ഒന്ന് വയറിന്റെ ഫാറ്റ് പോകുക എന്നുള്ളതാണ്. രണ്ട് സബ്ജക്റ്റ് ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് വയറിലെ ഫാറ്റ് ആണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ വയറിന്റെ ഒരു വർക്കൗട്ടും ചെയ്യേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, അതുപോലെ ബാസ്കറ്റ് ബോൾ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ക്രോസ് കൺട്രി ഓടുന്നവർ, അത്ലറ്റ്സ്, ഇവർക്കൊന്നും വയറില്ല. പക്ഷെ ഇവരൊന്നും തന്നെ ഈ അവരുടെ ഗെയിം ചെയ്യുന്നത് വയറ് കൊണ്ടല്ലതാനും ആണല്ലോ. അപ്പൊ വയറിന്റെ ഫാറ്റ് ആണ് പോകേണ്ടത്. ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ഫാറ്റ് പോകണമെങ്കിലും ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കാൻ തുടങ്ങി ആദ്യം നമ്മളുടെ പോകുന്നത് നമ്മുടെ ചീക്കിലെ ഫാറ്റ് ആയിരിക്കും. കവിളാണ് ഫാറ്റ് ആദ്യം എടുക്കുന്നത്. പിന്നീടാണ് ഗ്രാജുവലി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഫാറ്റ് വലിയാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ കവിള് കൊണ്ട് കളിച്ചിട്ടല്ല കവിളിലെ ഫാറ്റ് വലിയുന്നത്. എന്നപോലെ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ സ്റ്റോർഡ് ഫാറ്റ് അതങ്ങ് കത്താൻ തുടങ്ങുവാണ്. ഗ്രാജുവലി അത് ഓരോ സ്ഥലത്തും ശരീരം വലിച്ചോളും. അതിന് വേണ്ടി നമ്മൾ വയറിന് കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് 6 പാക്ക് ആണ്, അല്ലെങ്കിൽ വയറിന് മസിലാണ്, അല്ലെങ്കിൽ ബൈസിപ്സിന് മസിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ മസിലിന് തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. വയറിന്റെ വണ്ണം കുറക്കാനാണെങ്കിൽ നിങ്ങൾ ഓവറോൾ വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ അധ്വാനമുള്ള കാലിന്റെ ലെഗ്സ് വർക്കൗട്ട്, അതുപോലെ നന്നായിട്ട് എയറോബിക്സ് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ അവസാനം പോകാൻ നേരത്ത് കുറച്ചു നേരം വയറിന്റെ ആപ്സിന്റെ വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടെ നടക്കും. നിങ്ങളുടെ ഫാറ്റും കത്തും, ഒപ്പം തന്നെ നിങ്ങളുടെ ഫാറ്റ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അകത്തുള്ള കട്ട്സ് തെളിഞ്ഞു വരാനും തുടങ്ങും. വയറ് കുറയ്ക്കാൻ ആപ്സിന്റെ വർക്കൗട്ടിന് 50% എഫക്റ്റേ ഉള്ളൂ. നമ്മൾ മൊത്തത്തിലാണ് വയറിന് കുറയ്ക്കാൻ വേണ്ടി മൊത്തത്തിലുള്ള എക്സസൈസിന്റെ ഫലമായിട്ടാണ് വയറ് പെട്ടെന്ന് കുറയാൻ സാധ്യത അല്ലേ? അതെ, വയറിന്റെ ഫാറ്റ് വലിയുന്നത് നിങ്ങൾ അധ്വാനിക്കുന്ന ആ അധ്വാനമായിട്ടുള്ള ആ ഒരു ഇതിലാണ്, അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
പക്ഷെ വയറില് പാക്ക് വരണമെങ്കിൽ നിങ്ങൾ അതിനെ കൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യണം, സിറ്റപ്സ് തന്നെ ചെയ്യണം, വയറിന് പാക്സിനുള്ള എക്സസൈസ് തന്നെ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഫാറ്റ് മാത്രമേ പോകുള്ളൂ, അവിടെ കട്ട്സ് വരില്ല. അപ്പോൾ രണ്ടും കൂടെ ചെയ്യണം. നമ്മൾ എല്ലാ മസിലും, അതായത് കാലിലും ചെസ്റ്റിനും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നു, എയറോബിക് ചെയ്യുന്നു, മറ്റുള്ള അതർ ഗെയിംസ് ചെയ്യുന്നു, അതിന്റെ കൂടെ നമ്മൾ വയറിന്റെ വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ രണ്ടും നടക്കും. ഈ പണ്ട് ഈ കുട്ടികളെ ഒന്നും ജിമ്മിൽ വിടത്തില്ലായിരുന്നല്ലോ, കാരണം ഈ നീളം വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിമ്മിൽ വിടത്തില്ലായിരുന്നു. ഈ മനുഷ്യർ 10-20 വയസ്സുവരെയൊക്കെ നീളം വെക്കുമല്ലോ. അപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ നീളം കുറയാൻ, അല്ലെങ്കിൽ നീളം 20 വയസ്സ് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകുന്നതാണോ നല്ലത്? നീളം കൂടുന്നതിന് എന്തെങ്കിലും ബാധിക്കാറുണ്ടോ? ഇത് ഞാൻ സാധാരണ ജിമ്മിൽ വരുമ്പം രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അവർക്കെല്ലാവർക്കും ഇപ്പോഴും മിക്ക ആൾക്കാർക്കും ഈ ഒരു സംശയമുണ്ട്. അതായത് ചെറിയ കുട്ടികളെ, അണ്ടർ ഗ്രോത്ത് ആയിട്ടുള്ള കുട്ടികളെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ വെയിറ്റ് കൊടുത്തിട്ട് അവരെ ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ചെറിയ ഭാരം വെച്ചിട്ടാണ് കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാൻ നൽകുന്നതെങ്കിൽ അവരെന്താ ചെയ്യുക, അവരുടെ റെപ്പിറ്റേഷൻസ് കൂടും. 10 ചെയ്യേണ്ടതിന് 15 ചെയ്യാൻ പറ്റും, അങ്ങനെയാണല്ലോ. അപ്പോ നമ്മൾ കൂടിയ ഭാരം, കൂടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിയതല്ല, അവർക്ക് എടുക്കാൻ പറ്റുന്ന, അവർക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റിന്റെ ഒരു എന്താ പറയുക, കൃത്യമായ ഒരു ഭാരമാണ് നൽകുന്നതെങ്കിൽ അവരുടെ ആ റിപ്പിറ്റേഷൻ 10ന്റെ താഴെ, 8ന്റെ 10ന്റെ ഉള്ളിൽ നിൽക്കും. റിപ്പിറ്റേഷൻ കുറയും. നമ്മൾ ലോഡ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിപ്പിറ്റേഷൻ കൂട്ടും. അപ്പോൾ ഇങ്ങനെ ഈ റിപ്പിറ്റേഷൻ കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോങ് ഈവന്റ് ചെയ്യുന്നവരുടെ ശരീരം കണ്ടിട്ടുണ്ടാവും. അതായത് മാരത്തോൺ, അതുപോലെയുള്ള 1500 മീറ്റർ എഗോ 1000, അതായത് ലോങ് ഈവന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ശരീരം ഇങ്ങനെ എന്താ പറയുക, ശുഷ്കിച്ചായിരിക്കുന്നത്. അവർക്ക് വലിയ മസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷെ 100 മീറ്റർ 200 മീറ്റർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മസിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും. കാരണം അവർ ശക്തിയായിട്ട് ചെയ്യുന്നു, കുറച്ചു നേരം ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഭാരം കുട്ടികൾക്ക് കൊടുക്കും, അവരുടെ മസിൽ ഗ്രോത്തിന് അത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അവരുടെ മസിൽ ഗ്രോത്തിന് അത് സഹായിക്കില്ല, മറിച്ച് അവരുടെ റിപ്പിറ്റേഷൻ കൂടുകയും മസിലിനെ അത് എന്താ പറയാ, അത് വളരാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവുന്നില്ല, കുറക്കുകയാണ് ചെയ്യുക. സോ എനിക്ക് തോന്നുന്നത് ഇപ്പം ശരീരഭാരം ഒക്കെ അവിടെ ഒരു വിഷയമാണ്. എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് അറിയാം അവർക്ക് എത്ര റിപ്പീറ്റേഷൻ കൊടുക്കണം, ഡിപ്പെൻഡ് ഓൺ അവരുടെ ഏജ്. ഇപ്പം ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു മരുമകൻ, എൻ്റെ സിസ്റ്ററിന്റെ മകനാണ്. 12 വയസ്സിലാണ് അവനെ ജിമ്മിൽ അയക്കാൻ തുടങ്ങിയത്. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഹൈറ്റ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതായത് 100+ kg 3 തവണ അവൻ നാഷണൽ ചാമ്പ്യൻ മിസ്റ്റർ ഇന്ത്യ ആയി. റോജസ് VC എന്റെ സിസ്റ്റർ മകനാണ്. 12 വയസ്സിലാണ് ജിമ്മിൽ പോകാൻ തുടങ്ങിയത്, സ്ക്വാട്ട് അടിക്കാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതൊരു റിഫ്ലക്റ്റീവ് ആയ ഒരു എനർജിയാണ് വരുന്നത്. അത് അമർന്നു കൊടുക്കുകയല്ല ചെയ്യുന്ന, പകരം അത് നമ്മുടെ ശരീരത്തിനെ താങ്ങാനായിട്ട് ഉയർന്നു വരിക ചെയ്യുക, അല്ലാതെ നീളം ഒരിക്കലും കുറയുന്നില്ല. അങ്ങനെ ഇതിന്റെ മറ്റൊരു വശമുണ്ട്. നമ്മൾ കരുതാറുണ്ട് സാധാരണ തൂങ്ങിയാൽ നീളും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതിന്റെ തന്നെ ഒരു മറുവശമാണ് ഇത്, അമർത്തിയാൽ അമർന്നു പോകൂ എന്നുള്ളത്. യഥാർത്ഥത്തിൽ തൂങ്ങിയാൽ നീളാൻ പോകുന്നില്ല, അമർത്തിയാൽ അമരാനും പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ തൂങ്ങിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നവരാണ് ജിംനാസ്റ്റിക്കുകാര്. അവരുടെ അതായത് പാരലൽ ബാർ, ഹൈ ബാർ, ലോ ബാർ, റിങ് എന്നൊക്കെ കണ്ടിരിക്കണം, എല്ലാം തൂങ്ങുന്നതാണ്. പക്ഷെ അവരുടെ ഹൈറ്റ് മാക്സിമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് അവര് തൂങ്ങുന്നതിനനുസരിച്ച് നീളം തോന്നില്ല. നമ്മൾ ഈ വണ്ണം കുറയ്ക്കാനാണെങ്കിലും വണ്ണം കൂട്ടാനാണെങ്കിലും, അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഒരു ജിമ്മിൽ വന്ന് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഒരു നോർമൽ ഫിറ്റ് ആവാനാണെങ്കിൽ എത്ര നാളെടുക്കും ഇതിന്റെ ഫലം കിട്ടി നമുക്കൊന്ന് തോന്നി തുടങ്ങാൻ? നോക്കൂ, കാരണം ഇത് ഒരുപാട് ഘടകങ്ങൾ അവിടെ അതിനകത്ത് ചേരുന്നുണ്ട്. ഒന്ന്, വരുന്ന ആളുടെ എത്ര സമയം വർക്കൗട്ട് ചെയ്യുന്നു, അവന്റെ മെന്റലി അതിൽ എത്ര ഇൻവോൾവ് ആണ്, അവന്റെ ഭക്ഷണം എന്താണ്, അവന്റെ വിശ്രമം എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ വേറെ രീതിയിൽ ഇതിനെ ആൻസർ പറഞ്ഞാൽ, ആര് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്താലും, ആര് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും, അവൻ ജോയിൻ ചെയ്തിട്ട് കളി തുടങ്ങിക്കഴിഞ്ഞാൽ
അന്ന് ഉണ്ടാവുന്ന ആ കുട്ടിയോ അല്ലെങ്കിൽ അയാളോ ആയിരിക്കില്ല 3 മാസം കഴിയുമ്പോഴുണ്ടാവുന്നത്. മാറ്റം ഉണ്ടായിരിക്കും. അതുമായിട്ട് വരണം. ഇനി 3 മാസം അവൻ വീണ്ടും തുടർന്ന് കളിക്കുകയാണെങ്കിൽ 3 മാസം മുമ്പ് ഉണ്ടായിരുന്ന അവനായിരിക്കില്ല 6 മാസം കഴിയുമ്പോൾ. സെയിം വീണ്ടും തുടരുവാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന 6 മാസം മുമ്പുള്ള അവനായിരിക്കില്ല 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ എന്താ പറയുക, ഇൻഫിനിറ്റി ആണ് പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 55-60 വയസ്സ് വരെ ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പോ അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. ഇതിനകത്ത് ബാക്കിയുള്ള ഘടകങ്ങൾ അവന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഫുഡും ഒക്കെ ചേർന്നതാണ് റിസൾട്ട്. അല്ലാതെ ഒരു കുട്ടി വന്നിട്ട്, ഇപ്പൊ നമുക്ക് ഒരു കുട്ടി ജിമ്മിലേക്ക് വരിക, വന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അവൻ ഒരു മാസം, ഇപ്പൊ നിങ്ങൾ ഒരു ഫുട്ബോൾ കോച്ചാണെന്ന് കരുതിക്കോളൂ. ഇപ്പം രാകേഷിന്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ജോയിന്റ് ചെയ്യാണ്, ഞാൻ എത്ര മാസം കൊണ്ട് ഞാൻ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിൽ എനിക്ക് കളിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ പറയാൻ കഴിയാം? പക്ഷേ അവൻ ഒരു 3 മാസം നിങ്ങളുടെ അടുത്ത് കോച്ചിങ് ചെയ്തതിന്റെ ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും, ഇല്ലേ? ഒരു ഐഡിയ കിട്ടും. ഇവൻ മിടുക്കനാണ്, ഇവനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ ലെവലിലെത്തും, നിങ്ങൾക്ക് ഏതാണ്ട് പറയാൻ കഴിയും. സെയിം അതുപോലെ തന്നെയാണ് ജിമ്മിലെ കാര്യവും. വന്ന ഉടനെ ഈ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്ത് ആ ഒരു ഇത് എത്തും, അവന്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവനെ നല്ലോണം ചെയ്യിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിലെത്തും നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. നമ്മൾ വന്ന് അപ്പൊ ആദ്യത്തെ കുറച്ച് 2-3 ആഴ്ച വെച്ചാൽ ജിമ്മിലൊക്കെ ഒരാഴ്ചയൊക്കെ ഈ മിക്സ് ആയിട്ടാണല്ലോ ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഐസൊലേഷനോട്ട് പോകും. അതായത് നമ്മൾ ഇപ്പം ചെസ്റ്റ്, വിങ്സ്, ഷോൾഡർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അത് പല ജിമ്മിലും പല രീതിയിലാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ചിലയിടത്താണെങ്കിൽ ഓരോ ദിവസവും ചെസ്റ്റ്, അടുത്ത ദിവസം ഷോൾഡർ, വിങ്സ്, അതിന്റെ കൂടെ എല്ലാ ദിവസവും ആപ്സ്. ചിലയിടത്താണെങ്കിൽ വിങ്സ് മാത്രം ഒരു ദിവസം, പിന്നെ അല്ലെങ്കിൽ ചിലയിടത്ത് വിങ്സും കൈയുടെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ, അങ്ങനെ 3 റെപ്പിറ്റേഷൻ ആയിട്ട് വരും. അങ്ങനെ പല രീതിയിലൊക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ പല ഇൻസ്ട്രക്ടർമാരും പല ജിമ്മിലും ചെയ്യുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു മാർഗം ഏതാണ്? ഏറ്റവും അല്ലെങ്കിൽ ഈ ഓരോ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മസിലിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ എത്ര ദിവസം അതിന് റെസ്റ്റ് കൊടുക്കണം, അതിന്റെ ഗ്യാപ്പ്, അതൊക്കെ എങ്ങനെയാന്ന് പറയാം. അത് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഒരു കുട്ടി ആദ്യമായിട്ട് ജിമ്മിൽ വരുവാണെങ്കിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജിമ്മിലെ മാഷ്മാർക്കൊക്കെ ഭയങ്കര പവറാണ്. ഇന്നത്തെ മാതിരിയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ വരുന്ന കുട്ടികൾ 2 ദിവസം കഴിഞ്ഞതും അവന് സെപ്പറേറ്റ് ചെയ്ത് ബൈസിപ്സ് വേറെ കളിക്കണം, ചെസ്റ്റ് വേറെ കളിക്കണം എന്ന് പറയുന്ന കുട്ടികളാണ്. അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. പണ്ട് അങ്ങനെയല്ല, അത്രയൊന്നും ജിമ്മൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 മാഷന്മാരെ കളരി പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ മിക്സ് ചെയ്താണ് കളിക്കുന്നത്. ഒരു പുതിയ കുട്ടിയാണ്, അൺഫിറ്റ് ആണ്, അവന്റെ ബോഡി ജിമ്മിലെ എക്സസൈസ് ചെയ്യാനായിട്ട് അവൻ ഫിറ്റ് അല്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ജിമ്മിലേക്ക് വരുന്നത്. അപ്പോ അവനെ ഒരു മസിൽ മാത്രം ചെയ്യാൻ വിടുക എന്ന് വെച്ചോ. ഇപ്പൊ ഒരു ദിവസം കാല് മാത്രം ചെയ്യാൻ വിടുകയാണ്, അവൻ എന്ത് കാലാ ചെയ്യാം? ഇനിയിപ്പോ ചെസ്റ്റ് തന്നെ ചെയ്യാൻ വിടുകയാണ്, അപ്പൊ വേറെ മസിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ എന്ത് ചെസ്റ്റ് ആണ് ഈ വന്ന് ഒരാഴ്ചന്റെ ഉള്ളിൽ ചെയ്യാം? അപ്പൊ അവന്റെ അന്നത്തെ ദിവസം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പൊ നമ്മൾ മിക്സ് ആണ് അവനെ ചെയ്യിക്കുന്നതെങ്കിൽ അവന്റെ അടുത്ത് ഓപ്ഷൻ ഉണ്ട്. കുറച്ച് കാല് ചെയ്തു, ആ കാല് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവൻ ചെസ്റ്റിലേക്ക് പോയി, പിന്നെ ബാക്കിലേക്ക് പോയി, പിന്നെ ഡെൽറ്റിലേക്ക് പോയി, ആംസിലേക്ക് പോയി. അപ്പൊ അവന് കുറെ നേരം കളിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമോ അല്ലെങ്കിൽ 2 മാസമെങ്കിലും മിനിമം മിക്സ് ചെയ്ത് കളിക്കുവാണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം അവന്റെ കളി സ്പ്ലിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ പറയുന്ന മാതിരി ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അപ്പൊ റിസൾട്ട് ഒന്ന് ഡൗൺ ആവും. കാരണം അവന് പോവില്ല വെയിറ്റ്. കാല് കളിക്കുന്ന ദിവസം അവന് കാര്യമായിട്ട് കാല് കളിക്കാൻ കഴിയില്ല. എല്ലാത്തിന്റെയും ഒരു പ്രശ്നം കുറച്ച് ദിവസം വരെ, പിന്നീട് അവൻ സെറ്റായി വരുകയുള്ളൂ. പക്ഷെ ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ബേസിക് കളിച്ചിട്ടാണ് ചെല്ലുന്നെങ്കിൽ അവന് കളി മാറ്റി കൊടുത്താലും കളിക്കാൻ പറ്റും. ഒരു മസിൽ മാത്രം കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യമായിരുന്നു എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത്. 2 രീതി ചെയ്യുന്നുണ്ട്. അതെ, 2 രീതി ചെയ്യുന്നുണ്ട്. ഒന്ന്, ചെസ്റ്റിന്റെ കൂടെ ബൈസിപ്സോ ട്രൈസിപ്സോ ആംസിന്റെ ഏതെങ്കിലും ഒരു പാർട്സും, അതുപോലെ ബാക്കിന്റെ കൂടെ ഒരു പാർട്സും ആയിട്ട് ചെയ്യുന്നതുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്റിന്റെയോ ബാക്കിന്റെയോ കൂടെ ആംസിന്റെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവര് ചെസ്റ്റ് നന്നായിട്ട് ചെയ്യും. പിന്നെ ആ ബൈസിപ്സ് ചെയ്യാൻ, ഇപ്പൊ ചെസ്റ്റിന്റെ കൂടെ ബൈസിപ്സ് ആണെന്ന് കൂട്ടിക്കോ, ചെസ്റ്റ് ബൈസിപ്സോ ട്രൈസിപ്സ് എന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള എനർജി അവന്റെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഉണ്ടാവില്ല. ഒന്ന് അവനത് ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും അവൻ ചെയ്യും. കാരണം ബൈസിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമുള്ള സംഭവമായതുകൊണ്ട് കടിച്ചു പിടിച്ച് ചെയ്യും. പക്ഷെ അടിവാങ്ങുക എന്താണ്? അവസാനം ചെയ്യേണ്ടതാണ് ആപ്സ്.
ബസ്സിന് സമയമായി, അതെത്തത്തില്ല അല്ലേ? അപ്പോ അവര് അത് സ്കിപ്പ് ചെയ്യും. അപ്പോ സ്കിപ്പ് ചെയ്യും. ആര് ഈ ചെസ്റ്റും ചെസ്റ്റിന്റെ കൂടെയും ബാക്കിന്റെ കൂടെ ആംസിന്റെ ഏതെങ്കിലും പാർട്സ് കളിക്കുന്ന ആൾക്കാരുടെ ആബ്സ് ചെയ്യാനുള്ള ഒരു ആബ്സ് സ്കിപ്പായി പോകാനുള്ള ഒരു സാധ്യത അവിടെ കൂടും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊതുവില് അതായത് ആംസ് സെപ്പറേറ്റ് ചെയ്യും. ചെസ്റ്റിന്റെ ദിവസം ചെസ്റ്റ്, ബാക്കിന്റെ ദിവസം ബാക്ക്, ആംസ് ബൈസസും ട്രൈസസും കൂടെ ഒരു ദിവസം. അപ്പൊ എല്ലാ ദിവസവും വൃത്തിയായിട്ട് ആബ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് അവന് വേറെ റീസൺ ഒന്നും പറയാൻ കഴിയില്ല. സോ അത് എന്റെ ഒരു രീതിയാണ്. ഇനി ഓരോരുത്തർ അവരവരുടേതായ രീതി ഉണ്ടാവുമല്ലോ. പലരും ഞാൻ സ്കിപ്പ് ചെയ്യുന്ന മനസ്സിലാക്കി ലെഗ് എക്സ്പീരിയൻസ്. പലരും സ്കിപ്പ് ചെയ്യുന്നത് ലെഗാണ്. സ്കിപ്പ് ചെയ്യുന്നത് ലെഗിന്റെ കാര്യം കോമഡിയാണ്. ലെഗ് സാധാരണ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ശനിയാഴ്ചക്ക് വെക്കുക ചെയ്യാം. എന്നിട്ട് ശനിയാഴ്ചക്ക് ഏതെങ്കിലും കല്യാണത്തിനോ പിന്നെ ബിരിയാണി തിന്നിട്ട് പിന്നെ തിങ്കളാഴ്ച വന്നിട്ട് പിന്നെ രണ്ടാമത് ജസ്റ്റ് ചെയ്യും. കാലി ഗോവിന്ദ ഇതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോ സോ ഞാൻ ഉള്ള സ്ഥലത്ത് അത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യിക്കുന്നത്. അത് ലെഗ് ചെയ്തിട്ട് അവരെ പീഡിപ്പിക്കുകയല്ല. പല സ്ഥലത്തും അവർക്ക് അങ്ങനെ വേദന വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അവരെ എംപ്റ്റി റാഡിൽ ചെയ്യിച്ചോ. കാലിന്റെ ദിവസം അവർ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാലല്ലാതെ അന്ന് അവനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിക്കരുത്. കൂടുതൽ ചെയ്യിക്കാനും പാടില്ല. അറിഞ്ഞ് അവന് എംപ്റ്റി റാണെങ്കിൽ എംപ്റ്റി റാഡിൽ മെല്ലെ 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 കൈപിടിച്ച് കുറച്ച് റിസൾട്ട് വരാൻ തുടങ്ങുമ്പോൾ പിന്നെ അവർ താനെ ചെയ്തോളൂ. ഇപ്പൊ ചെറിയ വെയിറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവൻ കുറച്ച് ദിവസം ചെറിയ വെയിറ്റ് ചെയ്യുന്നു. അവന്റെ അടുത്ത് വന്നിട്ട് ചെറിയൊരു കുലുന്ന് പയ്യൻ അവനെക്കാളും വെയിറ്റ് എടുത്ത് കാലിനടിക്കുമ്പോൾ അവനെന്തോ അടിച്ചു പോകും. അപ്പോൾ അത് അങ്ങ് ശരിയായിക്കോളും. പക്ഷെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അതൊരു വലിയ ഇതിന്റെ റിസൾട്ടിനെ നാളെ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനൊക്കെ അവന് സാധ്യത തെളിഞ്ഞു വരുവാണെങ്കിൽ ലോവർ ബോഡി അത് ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. നമ്മള് വർക്കൗട്ട് ചെയ്ത് നല്ലോണം വിയർക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ ഇപ്പം ഈ എല്ലാ ജിമ്മും AC ഒക്കെ അല്ലേ, അപ്പം വിയർക്കത്തില്ലല്ലോ അങ്ങനെ. അപ്പൊ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊരു എന്താ പറയാ, വിയർത്തിട്ട് മസിൽ വരുവാണെങ്കിൽ നമുക്ക് വെയിലത്ത് നിന്നാ പോരെ. അല്ല വേർത്തിട്ട് മസിലോ അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഉരുകി പോവുന്ന സാധനമാണെങ്കിൽ നമുക്ക് വെയിലത്ത് നിന്നിട്ട് അങ്ങ് ശരിയാക്കിയാൽ മതിയല്ലോ. അപ്പൊ വേർപ്പും ഇതുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലോകത്തിലെ മിക്ക ബോഡി ബിൽഡേഴ്സ്, അതായത് മിസ്റ്റർ ഒളിമ്പ്യ ലെവലുള്ള എല്ലാ ബോഡി ബിൽഡേഴ്സും തണുപ്പ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇനി അവർ അല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ ഫുൾ AC-യിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അവരുടെയാണ് റിസൾട്ട് നന്നായിട്ട് കാണുന്നത്. കാരണം റിസൾട്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ ചെയ്യുന്നു, അതായത് നിങ്ങൾ AC-യിൽ ചെയ്യുന്നു അല്ലെങ്കിൽ വെയിലത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അതാണ് അതിന്റെ റിസൾട്ട് വരിക. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് വെയിൽ, ചൂട്, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഇങ്ങനെ ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ AC ഉള്ള നല്ലൊരു ക്ലൈമറ്റിലാണോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക? തീർച്ചയായും അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെയാണ് റിസൾട്ട് വരുന്നത്. അല്ലാണ്ട് വിയർപ്പ് നിങ്ങൾ വിയർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ശരീരം, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ശരീരം ഓവർ ഹീറ്റ് ആകുമ്പോൾ അത് അന്തരീക്ഷത്തിന് ചൂട് ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് വിയർക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മസിലിന്റെ വർക്കൗട്ടായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണല്ലോ. അതൊക്കെ നിർദ്ദേശിക്കാറുണ്ടോ ചേട്ടൻ ജിമ്മിൽ വരുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ ഒക്കെ? പ്രോട്ടീൻ പൗഡർ നോക്കൂ, എനിക്ക് തോന്നുന്നു 2003 ആകുമ്പോഴേക്കാണ് ഇന്ത്യയിൽ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ പോപ്പുലർ ആയി തുടങ്ങി. അതിനു മുമ്പേ ഞങ്ങളൊക്കെ എഗ്സും ചിക്കനും ഒക്കെ തന്നെയാണ് കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കത് കിട്ടാനുണ്ട്, ധാരാളം കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മാത്രമാണ്. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉമിനീര് മുതൽ നമ്മുടെ സർവ്വതും ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സിമം പ്രോട്ടീൻ കൊണ്ടാണ്, നമ്മുടെ മസിലും ഒക്കെ. അപ്പോൾ ശരീരത്തിൽ നമുക്ക് ഇതേമാതിരി ബിൽട്ടപ്പായി വരണമെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന മുട്ടയിൽ നിന്നും ഇറച്ചിയിൽ നിന്നും അത്രയും ശരീരത്തിന് ഇത് പ്രോട്ടീൻ അബ്സോർവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ് അത് ഒറിജിനൽ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അത് ഒരു എന്താ പറയാ, നിങ്ങൾ പലരും ചിന്തിക്കുന്നത് പോലെ അത് മോശമായ സാധനം. ഇറ്റ് ഇസ് എ ഫുഡ് സപ്ലിമെന്റ് ആണ്, നോട്ട് മെഡിസിൻ. അത് പലരും അതിനെ മെഡിസിനും ആയിട്ടാണ്, അതായത് അനബോളിക് സ്റ്റിറോയിഡും ആയിട്ടാണ് ഇതിനെ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലൊരു റിസർച്ച് ഒക്കെ നടത്തി ഏതാണ് നല്ല ബ്രാൻഡ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാങ്ങുന്നത് നല്ലതായിരിക്കും.
അതാണ് അതിന്റെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉം. ഇത് നമ്മള് ജിമ്മിൽ പോകുന്നതിന് മുമ്പാണോ കഴിക്കേണ്ടത് അതിന് ശേഷമാണോ? നോക്കൂ, നമുക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ആണ് ചെയ്യേണ്ടത്. വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താണ്? എനർജിയാണ്, ഉം, ഉം, കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. അപ്പൊ കളിക്കാൻ പോകുമ്പോൾ ഉം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ലോഡ് ചെയ്യുക. ഉം, വർക്കൗട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ മസിൽ ഗ്രോത്ത്. അതായത് നോക്കൂ, എത്രയും നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എത്രയും ഇമ്മീഡിയറ്റ്ലി പ്രോട്ടീൻ നമുക്ക് കഴിക്കാൻ കഴിയുന്നു അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഉം, അതൊന്നും മാത്രമേ ഉള്ളൂ. ഒരുപാട് ലേറ്റ് ആക്കരുത്. ആ ലേറ്റ് ആകുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ചെസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്തത്, അല്ലെങ്കിൽ കാലിനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മസിലിനാണ് വർക്കൗട്ട് ചെയ്തത്. അതിനകത്ത് ഉം. ഒരുപാട് നമ്മുടെ മസിൽ ടിഷ്യൂസും സെല്ലൊക്കെ നശിച്ചിട്ടുണ്ടാവും. അവിടെ ഇനി അതിന്റെ ഗ്രോത്തിന് ആവശ്യമായ പ്രോട്ടീൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ബൈസിപ്പിനാണ് വർക്കൗട്ട് ചെയ്ത്, വർക്കൗട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ മസിലിലേക്ക് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അത് മാക്സിമം ആ അതെ. ഡാമേജ് ആയ മസിലിനെ റിപ്പയർ ചെയ്യാനായിട്ടും അവിടത്തേക്കാണ് അത് പോകുന്നത്. ആ, ആ, ഇത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിലേക്ക് മൊത്തം എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. ഉം, അതുകൊണ്ടാണ് പറഞ്ഞത് ഉം. കഴിയുന്നതും വേഗത്തിൽ നമ്മൾ ആഫ്റ്റർ വർക്കൗട്ട് ഉടനെ കഴിക്കണം. പക്ഷെ കളിക്കാൻ ഉടനെ. പോകുമ്പോൾ നമുക്ക് ആവശ്യം കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന് മുമ്പ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഉം. കളിക്കുന്നതിന്റെ ഇടയിലും പിന്നെ എനർജി പോരാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എനർജി ഫുഡ് എടുക്കാം, ഒരു പഴമൊക്കെ കഴിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മുട്ട അതെ, അതെ. കഴിക്കേണ്ട കാര്യമില്ല അന്നേരം. ഉം. പക്ഷേ ഈ പ്രോട്ടീൻ ഒക്കെ കഴിച്ചാല് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. കിംവദന്തികളെ. ഉം. ആ, അതിപ്പം ഞാൻ അതേപോലെ ഈ പറഞ്ഞല്ലോ, നമ്മുടെ അത് ഈ പ്രോട്ടീൻ എന്താണ്, അനബോളിക് സ്റ്റിറോയിഡ് എന്താണ് എന്നൊന്നും നമ്മുടെ ഉം. ഉള്ള ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഉള്ള ഒരു സംശയമാണത്. അല്ലാണ്ട് അതിലങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതേപോലെ നമ്മളിപ്പോ ഒരാളിപ്പം പൊതുവായിട്ട് ജിമ്മിൽ പോയി നല്ല ബോഡിയൊക്കെ നല്ല ബൾക്കി ആയിട്ടിരിക്കുന്ന ആള് പൊതുവായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ജിമ്മിൽ പോക്ക് നിർത്തി കഴിഞ്ഞാല് അല്ലെങ്കിൽ ശരീര ബോഡിയൊക്കെ തൂങ്ങി അല്ലെങ്കിൽ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം വലിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുകൾക്ക് അനുഭവപ്പെടും. ശരീരമൊക്കെ തൂങ്ങിപ്പോവും എന്നൊക്കെ ഉള്ളതൊരു ജിമ്മിൽ പോകുന്ന ഒരു നെഗറ്റീവായിട്ട് പറയാറുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് കേൾക്കാറുണ്ട്. ഈ ജിമ്മിൽ പോയാൽ നീളം വെക്കത്തില്ല എന്ന് പറയുന്ന പോലെ ജിമ്മിൽ പോയാൽ അത് സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. പോക്ക് നിർത്തിയാൽ നിങ്ങളുടെ ശരീരം മോശമായി തൂങ്ങിപ്പോവും എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു എന്താ പറയാ, ഒരു കോമഡി ചോദ്യമാണ്. കാരണം ആ, സ്വയമായിട്ട് ചെയ്യില്ല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ആ, ആഹ്. നോക്കൂ, നമ്മള് ഏത് ഗെയിം ആയാലും ശരി, നമ്മളത് ചെയ്യുമ്പോൾ മാത്രമേ ആ, അതിന്റെ പെർഫോമൻസ് നിലനിൽക്കുള്ളൂ. ഇല്ലേ? ഉം, ഇപ്പൊ ഉം. നിങ്ങൾ മെസ്സിനെ തന്നെ എടുത്തോ, അല്ലെങ്കിൽ റൊണാൾഡോ എടുത്തോ, ഒരു വർഷം അവനെ കൊണ്ട് അടുക്കള പണിയോ മറ്റൊന്നെങ്കിലും ജോലിയും ചെയ്യിപ്പിച്ചിട്ട് ഒരു യൂറോപ്യൻ ക്ലബിൽ കളിപ്പിക്കാൻ ഇറക്കി എങ്ങനെ ഇരിക്കും? കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ആഹ്. നമ്മുടെ കൺമുമ്പിലേക്കൂടെ ഒരു ഒളിമ്പിക് പ്ലെയർ, ഹോക്കി പ്ലെയർ നടന്നു പോവുകയാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അവൻ കളിക്കുമ്പോഴേ ഉം. മാത്രമേ. കാരണം മിക്ക എല്ലാ സ്പോർട്സിൻ്റെതും, അതായത് ബോഡി ബിൽഡിംഗ് ഒഴികെ മിക്ക ഉം, ഉം. അതായത് ബോഡി ബിൽഡിംഗ് മാത്രമല്ല, അയൺ ഗെയിം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗെയിമിന്റെയും ഏഹ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് സ്കില്ലാണ്. അത് അവര് ഏഹ്. പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പക്ഷെ ഉം, ബോഡി ഉം, ഉം. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ മസിലാണുള്ളത്. ഉം. അപ്പോൾ മറ്റുള്ളവരുടെ സ്കില്ല് ഡൗൺ ആകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പം ഉം, ഒരു ഉം, ഉം. ഹോക്കി പ്ലെയർ നടന്നു പോകുന്ന അവൻ ഫോമിലാണോ അല്ലയോ എന്ന് നമുക്ക് അവൻ കളിക്കുമ്പോഴേ അറിയാൻ അറിയത്തില്ല. പറ്റുള്ളൂ, ഒരു ഉം, ക്രിക്കറ്റ് ഉം, ആണെങ്കിൽ ഉം, ഉം. പോലും. പക്ഷെ ഉം, ബോഡി ഉം, ഉം. ബിൽഡർ ആണ്, ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആണെങ്കിൽ പോലും അവന് ദൂരെ നിന്ന് നമുക്ക് തിരിച്ചറിയാം അവന് ഒരു ജിമ്മനാണ്. അവന്റെ അതെ. മസിൽ, കാരണം അവന്റെ മസിലാണ് ഗെയിം ഉള്ളത്. ആ മസിൽ കുറയുമ്പോഴും ഉം, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഉം, ഉം, എല്ലാ ഉം, ഉം. ഗെയിമും എല്ലാ ഗെയിമും അവര് പ്രാക്ടീസ് വിടുമ്പോൾ ഡൗൺ ആവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജിമ്മിനകത്തുള്ള ഈ സംഭവം മസിലും വർക്കൗട്ട് കുറയുമ്പോഴും ഇതാവും. അവർ ഭക്ഷണം വാരിക്കോരി കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരം ബൾക്കാവും. അത് സ്വാഭാവികമാണ്. അവൻ ജിമ്മിൽ പോയത് കൊണ്ട് അവന് അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് പെട്ടെന്ന് അവന് തിരിച്ചു വരാൻ സാധിക്കും. എന്ത് തന്നെയായാലും അവൻ പഴയ ആ ഒരു അവസ്ഥയിലായിരിക്കില്ല, കുറച്ചും കൂടെ ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ റോഡുമേലെ കൂടെ നടക്കുന്ന കുമ്പളങ്ങൾക്ക് കൈയും കാലും വെച്ചവരുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ശരീരം തൂങ്ങിയോ എന്നുള്ളത് ഒരു വിഷയമല്ല. പിന്നെ ഒരു കാര്യം, ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഇത് ശരിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് എന്ത് ഭക്ഷണം കഴിച്ചിട്ടും എത്ര വർക്കൗട്ട് ചെയ്തിട്ടും തടിക്കാത്ത, വെയിറ്റ് കൂടാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോ ഉം. അവരുടെ ശരീരം തൂങ്ങി ഇങ്ങ് വരാൻ വേണ്ടിയിട്ട് അവരുടെ കളിയങ്ങ് നിർത്തിയാൽ പോരെ? ഉം, 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 ഉം. ഇത് ശരിയാണെങ്കിൽ, ഈ തിയറി ശരിയാണെങ്കിൽ കളി നിർത്തിയാൽ തൂങ്ങി അതെ. വരണ്ടേ? അതെ. ഉം, ഉം, ഉം. അപ്പൊ അതൊക്കെ ഇത്രയേ ഉള്ളൂ.
നമ്മൾ ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം വെള്ളം ചില ആൾക്കാരാണെങ്കിൽ 2, 3 കുപ്പി വെള്ളമായിട്ടായിരിക്കും വരുന്നത്. ചില ആൾക്കാർ വെള്ളമേ കൊണ്ടുവരാറില്ല. ചിലർ തണുത്ത വെള്ളം കുടിച്ചൂടാന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കൗട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ കാര്യം, വെള്ളം അതായത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകാൻ പാടില്ല, വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. ഈവൻ ഓരോ സെറ്റിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെറ്റിന് ആഹാ. ശേഷം ഓരോ സിപ്പ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ആഹാ. ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങൾ ഉം. തണുത്ത വെള്ളം കുടിക്കുന്നോ ചൂട് വെള്ളം കുടിക്കുന്നോ എന്നുള്ളത് ഉം. ഉം. ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അത് നിങ്ങൾക്ക് തണുത്ത ഉം. വെള്ളം കുടിച്ച് ശീലമുള്ള ആളാണോ അല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ ഉം. ഒട്ടും തണുത്ത വെള്ളം കുടിക്കാത്ത ശീലമില്ലാത്ത ഒരാൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടിന് കൂടെ തണുത്ത വെള്ളം കുടിച്ചാൽ അത് വീട്ടിൽ നിന്ന് കുടിച്ചാലും ജിമ്മിൽ നിന്ന് കുടിച്ചാലും നിങ്ങൾ തൊണ്ട കേടാവും ചിലപ്പോൾ. പ്രശ്നമുണ്ടായി പ്രശ്നം. ഉം. ഉം. ആ അതിന് നിങ്ങൾ എന്നെ പോലെ കൊക്കോ കോലയും തണുത്ത ഇതൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾ ജിമ്മിൽ കഴിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ കഴിച്ചാലും അതിന് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ വെള്ളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഉം. ബോഡി ഉം. ഡീഹൈഡ്രേറ്റ് ആവും. ഈ ഓരോ സെറ്റിനും ഇടയ്ക്കുള്ള ഇടവേളകൾ നമ്മൾ എത്ര സമയം കൊടുക്കണം? ഒരു അതിനൊരു അതോ ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം ഒരു മിനിമം ചിലരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. കാരണം ഈ അരമണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിൽ പോകാൻ പറ്റുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകും ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നെങ്കിലും. നോക്കൂ, ഈ ഇടവേള എന്ന് പറഞ്ഞത് അതൊരു എന്താ പറയാ, ഒരു നിശ്ചിതമായ ഒരു സമയമല്ല അത്. ഉം. ആ, അതായത് അത് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ട്രെയിനിങ് നമ്മുടെ അതായത് ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. അവരുടെ പ്രായം, അവരുടെ സ്റ്റാമിന, അവർ എടുക്കുന്ന ലോഡ്, റിപ്പീറ്റേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ഗ്യാപ്പിന്റെ ഒരു ഗ്യാപ്പ് എത്ര വേണമെന്ന് അതായത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം റിക്കവർ ചെയ്യാനുള്ള സമയമാണത്. ഉം. 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 അത് നിശ്ചയിക്കുന്നത് നമ്മളുടെ എൻഡ്യൂറൻസ്, നമ്മുടെ ഏജ്, നമ്മുടെ ലോഡ്, നമ്മുടെ റിപ്പീറ്റേഷനും ഒക്കെ ചേർന്നാണല്ലോ. ഉം. അതിനെ ഉം. നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. എങ്ങനെ കുറച്ച് കൊണ്ടുവരാം? ഉം. കഠിനാധ്വാനം കൊണ്ട്. നിങ്ങളിപ്പോ ഉം. എങ്ങനെയാണ് 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10,000 മീറ്റർ റണ്ണിങ്ങിന്റെ സമയം കുറച്ചു കൊണ്ടുവരുന്നത്? അതുപോലെ ഈ ഉം. സമയത്ത് നമുക്ക് ട്രെയിനിങ് കൊണ്ട് കുറച്ച് കൊണ്ടുവരാം. അല്ലാതെ നിങ്ങൾക്ക് ഉം. മനഃപൂർവ്വം കുറക്കാൻ പറ്റില്ല. മനഃപൂർവ്വം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പീറ്റ്, അതായത് നിങ്ങൾ ഒരു 10 ബെഞ്ച് പ്രസ് 10 അടിച്ചു, നിങ്ങൾ അതിന്റെ രണ്ടാമത് എപ്പോഴാണ് നമ്മൾ അവിടെ പോയി കിടക്കുന്നത്? അടുത്ത വെയിറ്റ് കൂട്ടുമല്ലോ അടുത്ത സെറ്റിന്. അടുത്ത ഉം. കൂട്ടിയ വെയിറ്റ് നമുക്ക് 10 തവണയോ അല്ലെ 9 തവണയോ അടിക്കാൻ പറ്റും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പോയി കിടക്കും. അതിന് മുമ്പ് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അപ്പോൾ അത് നിശ്ചയിക്കുന്നത് നമ്മുടെ അവരത് അല്ല, തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ ഉം. അത് 1-2 മിനിറ്റോ ഒക്കെ എടുക്കും. പിന്നീട് അത് കുറഞ്ഞ് 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 ഒരു ഉം. 1 മിനിറ്റിന്റെ താഴെയൊക്കെ വരും. 50 സെക്കൻഡ്, 48 സെക്കൻഡ് ഒക്കെ വരും. ഈ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ തന്നെയാണോ എല്ലാ കാര്യങ്ങളും? ഇപ്പൊ സ്ത്രീകളെ ചില പ്രത്യേക അവസ്ഥയിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ മെൻസസ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ പരിഗണന അല്ലെങ്കിൽ റെസ്റ്റോ ഒക്കെ വേണമായിരിക്കും. അതല്ലാതുള്ള സ്ത്രീ പുരുഷ ഭേദമൊക്കെ ഉണ്ടോ ഈ ജിം വർക്കൗട്ട് ചെയ്യുന്നതിലൊക്കെ? അതോ പുരുഷന്മാരെ പോലെ തന്നെയാണോ സ്ത്രീകൾക്കും എല്ലാം അതേപോലെ തന്നെ ആണോ വർക്കൗട്ട് കൊടുക്കുന്നത്? നിങ്ങൾ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെ സ്ത്രീകൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ശരീരം ആ സ്ത്രൈണ ഇതിലേ വരുള്ളൂ. ആ ഉം. സ്ത്രൈണ ലുക്കേ അവർ വരുള്ളൂ. അതിലേ ആ ഉം. ഒരു ഉം. ഭംഗി വരുള്ളൂ. ആണുങ്ങളെ മാതിരിയുള്ള മസിൽ അവർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉം. സ്വാഭാവികമായിട്ടാണ് ചെയ്യുന്ന, അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല, അവർ മെഡിസിനോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അവരുടെ ആണുങ്ങൾ ചെയ്യുന്നത് ആണുങ്ങളുടെ ശരീരം പോലെയല്ല പെണ്ണുങ്ങളുടെ മസിൽ വരും. അത് ആ ഒരു ലുക്കിൽ തന്നെ വരുള്ളൂ. അവരുടെ അതുകൊണ്ട് ആണായാലും പെണ്ണായാലും അവരുടെ സ്വാഭാവികമായ ഷേപ്പ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാകും. അത്രേ വരുള്ളൂ. അത് നന്നാവേ ഉള്ളൂ. ഇപ്പൊ നമ്മള് അല്ല അതിന്റെ അതാണ് അതിന്റെ. അതെ. അത് ചെയ്യാനുള്ള ശേഷി കാര്യങ്ങളൊക്കെ തുല്യമാണോ അനുഭവപ്പെടുന്നത്? ഇല്ല, ആ, അപൂർവം ചില പെണ്ണുങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് നോക്കി മാറ്റി നിർത്തി കഴിഞ്ഞാല് ഉം. ഉം. സ്വാഭാവികമായിട്ടും ഉം. എല്ലാ ഇതിലും ഈവൻ നമുക്കറിയാലോ, ഷോർട്ട് പുട്ട് തന്നെ പെണ്ണുങ്ങളുടെ ഷോർട്ട് പുട്ടിന്റെ വെയിറ്റ് തന്നെ എത്രയാ, എത്രയാ രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഒന്ന് വ്യത്യാസമുണ്ട്. 18 പൗണ്ടാണെങ്കിൽ മറ്റേ 14 പൗണ്ടോ മറ്റാണ്. എല്ലാത്തിലും വ്യത്യാസം ഉം. ഉണ്ടല്ലോ. അത് ഉം. ഉം. ആ ഉം. വ്യത്യാസം ഇവിടെ ഉണ്ടാവല്ലോ. കാരണം ഉം. അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലും മെയിലിന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസം കാണുമല്ലോ. ഉം. ഈ ഗർഭാവസ്ഥയിലെ എക്സർസൈസുകൾ ഇപ്പം ഇടയ്ക്ക് വൈറലായിരുന്നല്ലോ, മറ്റേ യോഗയൊക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ വൈഫിന്റെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗർഭാവസ്ഥയിൽ എന്ത് പ്രത്യേക എക്സർസൈസുകളൊക്കെ ഉണ്ടോ? ഇത് എന്താ പറയാ, യോഗ കോമഡിയാണ്. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. എന്നോട് പറഞ്ഞിട്ട് വെറുതെ ഒരു വിവാദം ഉണ്ടാകുന്നില്ല. സോ ഉം. ജിമ്മിനകത്ത്
അതായത് ഒരു പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ അത് അവര് എനിക്ക് തോന്നുന്നു ബെറ്റർ അവരുടെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം. കാരണം അറിയില്ല, പല കേസുകളുണ്ട്, പലർക്കും പല വർഷങ്ങളോളം പാടുപെട്ടായിരിക്കും ചിലപ്പം ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർ ഏറ്റവും നല്ലത് ഡോക്ടറെ അടുത്തുനിന്ന് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. മെൻസസിന്റെ കാര്യം അതേപോലെ ഡിപ്പെൻഡ് ആണ് അല്ലേ? ചിലർക്ക് പറ്റുമായിരിക്കും, ചിലർക്ക് ചില അത് പറ്റത്തില്ലായിരിക്കും. ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. ചില സ്ത്രീകൾക്ക് 2-3 ദിവസം ഭയങ്കര വയറുവേദന ഒക്കെ കാണും, അപ്പോൾ അവർക്ക് കളിക്കാൻ ബുദ്ധിമുട്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ ചിലവർക്ക് അത് ഉണ്ടാവാറില്ല, ചിലർ നോർമലായിട്ട് കളിക്കുന്നതാണ്. ഈ ട്രെയിനർമാർക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ? കാരണം പലപ്പോഴും പണ്ടൊക്കെ പോകുന്ന ജിമ്മുകളിലൊക്കെ ചിലപ്പോൾ ട്രെയിനേഴ്സ് ഒക്കെ അശാസ്ത്രീയമായ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നാലും പൊതുവെ ഈ ജിം ട്രെയിനേഴ്സിനൊക്കെ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷനോ അവർക്ക് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്കൊരു അറിയണ്ടേ, നമ്മൾ ചെന്ന ആൾ ട്രെയിനർ ബെസ്റ്റ് ട്രെയിനറാണെന്ന് അറിയാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ നിലവിൽ? ഒരുപാട് ഇപ്പം ഒരുപാട് സർട്ടിഫൈഡ് കോഴ്സുകൾ ഉണ്ട് ജിമ്മിന്റെ ബന്ധപ്പെട്ടിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ബെസ്റ്റ് നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ ഇപ്പം വലിയ ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനുള്ള കോഴ്സൊക്കെ ഉണ്ട്, ചിലവേറെ കോഴ്സാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഇവരുടെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലും ഇത്തരം കോഴ്സുകളൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ട്. കോഴ്സുകൾ കേരള ഗവൺമെന്റിന്റെ കീഴിലും കോഴ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ തലശ്ശേരി തന്നെ അതിന്റെ ഒരു സെന്റർ ഉണ്ട്. പിന്നെ എന്തോ ഒരു പേരുണ്ട് അതിന്റെ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ നിന്നും ഒരു കോഴ്സ് ചെയ്യിക്കുന്നുണ്ട്. സോ അവരുടെ ഇപ്പം ഇതിനകത്ത് 2 വിഭാഗമുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് നേരെ കുറച്ച് 10 ദിവസം ജിമ്മിൽ പോയി 2-3 മാസം ജിമ്മിൽ പോയിട്ട് കുറച്ചൊക്കെ ചെയ്തിട്ട് നേരെ കോഴ്സ് ചെയ്തിട്ട് വരുന്ന കുട്ടികൾ. അപ്പോൾ അവര് എന്താ പറയാ, നമ്മള് സ്വിമ്മിങ് വായിച്ച് പഠിച്ചിട്ട് കുളത്തിൽ ചാടിയാൽ എങ്ങനെ ഇരിക്കും? വെള്ളത്തിൽ ചാടിയ ആ ഒരു അവസ്ഥയായിരിക്കും. കാരണം അവർക്ക് എങ്ങനെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണെങ്കിൽ, കുറച്ച് ശാസ്ത്രബോധമുള്ള ഒരാളാണെങ്കിൽ, ഒരു കുട്ടി വരുമ്പോ തന്നെ നമുക്ക് അവരെ കുറിച്ച് അറിയാം. അവരെന്താണ്, ഏതാണ് അവരുടെ ലെവൽ, എന്താണ്, അവർക്ക് എന്താണ് ചെയ്യിക്കേണ്ടത്, എത്ര ദിവസം അവരെ അത് ചെയ്യിക്കണം, എങ്ങനെയാണ് അവരെ പൊക്കി കൊണ്ടുപോകേണ്ടത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഇവർ ഉണ്ടാക്കിയെടുക്കണം. ഇവർക്ക് നല്ല നോളജ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ജിമ്മിൽ ട്രെയിനിങ് ചെയ്ത ഇപ്പം ആളെക്കാളും അവർക്ക് നോളജ് ഉണ്ടാവും. പക്ഷെ അവർക്ക് എക്സ്പീരിയൻസും കൂടെ അതിന്റെ കൂടെ കിട്ടുവാണെങ്കിൽ അത് അവരെ വളരെ നല്ല ഒരു ഇത് ചെയ്യും. കാരണം അത് അവർ തുടർന്ന് നേടേണ്ടതാണ്. അത് എനിക്ക് അവരോട് പറയാം. അവർ കോഴ്സ് ചെയ്തിട്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും അങ്ങ് എക്സ്പീരിയൻസ് ആണ് മെയിൻ. അപ്പോൾ അത് ചെയ്തിട്ട് അതിനെ പ്രാവർത്തികമാക്കിയിട്ട് ഇപ്പം നമ്മൾ കോഴ്സിൽ പഠിക്കാത്ത പല കാര്യങ്ങളും നമ്മളൊരു കാര്യം സോൾവ് ചെയ്യാൻ ചെല്ലുമ്പം പല പുതിയ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അവരുടെ ചോദ്യങ്ങൾ, നമുക്ക് ജിമ്മിൽ വരുന്ന കുട്ടികളുടെ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ച മാതിരി 1000കണക്കിന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടി അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. പിന്നെ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് ലെവലുള്ള ആൾക്കാരാണ്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വന്ന കുട്ടിയാണോ, സ്കൂൾ ബസ്സിൽ പോയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ അധ്വാനിക്കുന്ന കുട്ടിയാണോ, സ്പോർട്സ് ചെയ്യുന്ന കുട്ടിയാണോ. അപ്പൊ അവർ അതിനനുസരിച്ചിട്ട് വേണം ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരാനായിട്ട്. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഗുണവും കുറവും കൂടുതലും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരെ പൊക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സോ നല്ല നോളജ് ഉണ്ട്. നല്ല ഒരു ഇതാണ് ഇപ്പം ഇത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല അറിവുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. നല്ല പരിചയമുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ഇപ്പം തന്നെ ഈ ഓൺലൈൻ ജിം ട്രെയിനിങ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ, ഓൺലൈൻ പരിശീലനം. ഇത് പഴയമാണോ? ഇത് ശരിയാണോ? ഓൺലൈൻ പരിശീലനങ്ങളൊക്കെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ജിമ്മിലൊക്കെ പോയിട്ട് ഒരു മാസോ അല്ലെങ്കിൽ ഒരു വർഷം, അല്ല 5-6 മാസം, ഒരു വർഷമൊക്കെ ജിമ്മിൽ പോയിട്ട് ട്രെയിൻ ചെയ്ത ഒരാൾക്കാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമോ അവരെ? കുറച്ചൊക്കെ, അതും 100% പറ്റില്ല. നോക്കൂ, ഞാൻ പറയാം, ഒരു നല്ലൊരു പ്ലെയർ തന്നെ, അതായത് നല്ലൊരു പ്ലെയറിനെ പോലും നമ്മൾ അടുത്ത് നിന്നിട്ട് അവരെ ചെയ്യിക്കാൻ പലപ്പോഴും അവർ മടിക്കും കാരണം അവസാനമാണ് നമ്മൾ 2 മണിക്കൂർ ഒരു പ്രൊഫഷണലിന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 1.5-2 മണിക്കൂർ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം, അതായത് ഒരു ദിവസം മൊത്തം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ 4.5 മുതൽ 5.5 മണിക്കൂർ വരെയാണ്.
അതിന്റെ ഉം, ഇടയിൽ ഉം, ആക്സും ഉം, ചെയ്യണം. അപ്പൊ നമ്മൾ അവരെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് അവരെ ഉം, പ്രോത്സാഹിപ്പിച്ച് അവരെ ചെയ്യിപ്പിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഉം, അതൊക്കെ ഉം, ഉം, എത്രത്തോളം നമുക്ക് ഓൺലൈനിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം, ആ രീതിയിൽ അവർ ചെയ്യാം. പക്ഷെങ്കിൽ ഒരു എക്സസൈസ് എങ്ങനെ ശരിക്ക് ചെയ്യണം, അതിന്റെ ആ ഒരു മോഷൻ എന്താണെന്നൊക്കെ നമുക്ക് കൈപിടിച്ച് പോലും ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അതെ ചെയ്യിക്കാനും അതെ അതെ. പറ്റില്ലല്ലോ. നോക്കിയാൽ അത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അടുത്ത് നിന്നിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത്, കാല എവിടെ വെക്കണം, കൈ എവിടെ വെക്കണം, നമ്മുടെ ഉം, സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്തു, ഉം, അതൊക്കെ ഉം, നമുക്ക് അടുത്ത് നിന്നെങ്കിൽ മാത്രമേ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഉം. പക്ഷെ ഇത് ഒന്നുമില്ലാത്തടത്തും നമുക്കിത് ബെറ്റർ ആണ്. കാരണം ഒന്നുമില്ലാത്തവർക്ക് ഒരു അതെ സമയം ആത്മവിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടാവും. എനിക്ക് ഇല്ലാത്തവർക്ക് പറഞ്ഞു അത് തരുന്ന ആള്, വലിയ സാധ്യതയാണ്. അതെ അതെ. തീർച്ചയായും എനിക്ക് എനിക്ക് പറഞ്ഞു തരുന്ന ആള് ഇത്രയും ക്വാളിഫൈഡ് ആയ ആളാണ്, അതുകൊണ്ട് അവർക്കൊരു ആളാണ്. ആത്മവിശ്വാസം ഉണ്ടാവും. ഉം, ഉം, ഉം. അത് കുറെയൊക്കെ ഗുണം ചെയ്യും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞമാര് എന്തിനായാലും വലിയ ഒരു നന്നായിട്ട് ഒരു അറിയുന്ന ഒരാളാണെങ്കിൽ അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നും അറിയാത്ത ആളെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് ഉം, അതെ. കൊണ്ടുവരിക എന്ന് പറയുന്നത്. പിന്നെ ജിമ്മിൽ നേരിട്ട് പോകുമ്പോഴുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഹൈജീനുമായിട്ട് പ്രശ്നം. അത് ഈ നഗരങ്ങളിലൊക്കെ ജിമ്മൊക്കെ നല്ല ഹൈജീനാണ്. പക്ഷേ ഈ നാട്ടുമ്പുറങ്ങളിലോട്ടൊക്കെ ചെന്നാൽ ഇപ്പോഴും ജിമ്മില് ആൾക്കാര് ഈ ടവലൊന്നും ഉപയോഗിക്കത്തില്ല. ഒരാളൊരു ബെഞ്ചിൽ കിടന്ന് വിയർത്ത് കുളിച്ചിട്ട് എണീച്ചിട്ട് ഉടനെ അടുത്ത ആള് വീണ്ടും കിടക്കുന്നു. ഈ ടവലൊന്നും ഉപയോഗിക്കാറില്ല. അത് ജിമ്മിലെ ആൾക്കാർ ജിം ട്രെയിനേഴ്സ് പറഞ്ഞാൽ പോലും അവരത് പാലിക്കാറുമില്ല. യഥാർത്ഥത്തില് കേരളത്തില് നഗരങ്ങളിലോ ടൗണിലോ അല്ല നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സിവിക് സെൻസിന്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമൊന്നും വരേണ്ട കാര്യമില്ല. പക്ഷെ എന്തോ ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും ടെൻഡൻസി ഇപ്പോഴും ഉണ്ട്. ഹൈജീനിക് അല്ലാത്തൊരവസ്ഥ ജിമ്മുകൾ. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാൻഡോ ബെനിയനൊക്കെ ഇട്ടിട്ട് കളിക്കുന്നത്. അതൊരു എന്താ പറയാ, ആ, അതൊരു നല്ല ഒരു കീഴ്വഴക്കല്ല അത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് സ്ലീവ് എങ്കിലും ഇട്ടിട്ട് ചെയ്യുക. അതുപോലെ ടവൽ നമ്മൾ വിരിക്കുന്ന അടുത്ത് ടവൽ വെക്കുക. അതുപോലെ തന്നെ എ സി ജിം ആണെങ്കിൽ അങ്ങനെ വേർക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പൊ നോൺ എ സി ആകുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമാവുന്നത്. അതിനുശേഷം നമ്മൾ പ്രശ്നമാണ്. തുടങ്ങിയ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ യു എസ് എയിൽ അവിടെ ജിമ്മിൽ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഒരു ഉം. വെറ്റ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടാവും, ഒരു ഇതിനകത്ത് ഉം. വെച്ചിട്ടുണ്ടാവും. ഒരാള് ഒരു മെഷീനകത്ത് കയറി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാള് നമ്മൾ അടുത്ത ആ മെഷീൻ മാറുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് ആ ടിഷ്യൂ എടുത്ത് കൊണ്ടുവന്ന്, പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് തുടച്ച് ആ ഉം. പിടിച്ച ഹാൻഡിലും എല്ലാം തുടച്ചിട്ട് അത് ആ വേസ്റ്റിനകത്ത് ഇട്ടിട്ടാണ് അയാൾ അടുത്ത മെഷീനിലേക്ക് പോകുന്നത്. അടുത്ത ആള് ചെയ്യുന്നത്. അടുത്ത മെഷീനിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോഴാണ് കോവിഡ് വരണം. ആ ഉം. പിന്നെ അതേപോലെ ഈ മറ്റു പ്രശ്നമാണ് ഈ ശബ്ദം. ഭയങ്കര ഒരു ഇപ്പൊ ഞാൻ ഈ പ്രത്യേകിച്ച് നാട്ടിൻപുറത്തെ ജിമ്മിലാണ് അതും കണ്ടുവരുന്നത്. നമ്മൾ ജിമ്മിന്റെ അടുത്ത് വരുമ്പോഴേ കിടന്ന് മുഴങ്ങുമായിരിക്കും. ജിമ്മിനകത്ത് കയറിയാൽ ആ ജനലിന്റെ ചില്ലകളൊക്കെ ഇരുന്നങ്ങ് കുലുങ്ങുക. അത്ര പ്രകമ്പനം കൊള്ളുന്ന ശബ്ദമാണ് ഈ ജിമ്മിൽ വരുന്ന ആൾക്കാർ. സത്യം പറഞ്ഞാൽ അവരുടെ ശരീരത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ളവരാണ് അവിടെ ജിമ്മിൽ വരുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും അവരുടെ ചെവിയുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ബോധവും. അത് ആ, ജിമ്മിലെ ട്രെയിനർ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഈ കുട്ടികൾ വന്നില്ലേ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്ത് ഉയർന്ന ശബ്ദത്തിൽ ഇത് കിട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കല്യാണപ്പരക്ക് പോയ അവസ്ഥയാണ്. സത്യം ആഹാ. പറയാൻ എനിക്ക് ഇത് വല്ലാതെ എനിക്കിത് ഒട്ടും ശരിയാവാത്തൊരു സംഭവമാണ്. ആ. ഞാൻ പലപ്പോഴും ചെന്ന് സൗണ്ട് ഞാൻ കുറച്ചിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വരുമ്പോഴേക്കും വേറൊരിടത്തും പോയിട്ട് കൂട്ടിയിട്ടുണ്ടാവും. ഉം, സത്യം ഉം, ഞാൻ ഉം. ഇതിനു മുൻപേ ഒരു ജിമ്മിൽ കളിക്കാൻ പോയിരുന്നു. അപ്പോ അവിടുത്തെ അവസ്ഥ കാരണം ഞാൻ മേടിച്ച ഒരു സാധനമായത്. കാണുന്നുണ്ടോ? അയ്യേ, കാണുന്നുണ്ടോ? ഏതാ? ആ കൊള്ളാം. അത് വേറൊന്നും നമ്മുടെ കയ്യിലുണ്ട്. ഇതാ, ഇത് ചെവിക്കകത്ത് ഇതാണ് ഈ കുത്തി ടൈപ്പ്. കയറ്റിട്ട് ഇത് ചെവിക്കകത്ത് കുത്തി കയറ്റിയിട്ടാണ് ഇതല്ലേ? ഞാൻ 500 രൂപ കൊടുത്ത് മേടിച്ചാണ് ഓൺലൈനിൽ. എന്നിട്ട് ആ, എന്ന് ആ. പറഞ്ഞാൽ എന്റെ ചെവിക്കകത്തുള്ള ഈ ഇതുണ്ടല്ലോ, ചെപ്പിയൊക്കെ കൂടെ കയറി അടഞ്ഞ് ഇതിങ്ങനെ കുത്തി കയറ്റി വെക്കല്ലേ. എന്നിട്ട് ആ, ഡോക്ടറെ അടുത്ത് അതെ അതെ. കൊണ്ടുവന്ന അവസാനം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉം. ഇത്രയും ഒരു വളരെ മോശം ഒരു ഇതാണ് അത്. അത് ഒരുപാട് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ട്രെയിനറോട് പറഞ്ഞാലും ട്രെയിനർ പറയും പക്ഷേ പലരും പല ആൾക്കാരിലേ വരുന്നത്. ട്രെയിനർക്കാണ് ഇത് അതെ, ഏറ്റവും അപകടം. കാരണം മറ്റുള്ളവർ ഒരു മണിക്കൂർ ഇത് ആ ഒരു മണിക്കൂർ അനുഭവിക്കുന്നുള്ളൂ. നമ്മൾ ഇതൊന്നും ദേഹമാണെങ്കിൽ രാവിലെ കേൾക്കണല്ലോ. 4 മണിക്കൂർ, വൈകിട്ട് 4 മണിക്കൂർ ഇത് അതെ, അതെ, കേട്ടോണ്ടിരിക്കുകയാണ്. ഈ അതെ, പ്രിസ്ബെക്കിസസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതായത് പ്രായമാവും തോറും നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി കുറയുന്നൊരവസ്ഥ. അത് കുറഞ്ഞു എത്ര കുറഞ്ഞു വരും. പ്രായത്തിൽ നമുക്ക് കുറയാം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പം 40 വയസ്സിലാവണോ, 50 വയസ്സിലാവണോ, 60 വയസ്സിലാവണോ, 80 വയസ്സിൽ ആവണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അതെ, നമ്മൾ ഈ ശബ്ദം എത്രത്തോളം നമ്മൾ ഈ 80 ഒരു 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം കൂടുതൽ നമ്മൾ അത് അതില് അത് കേൾക്കും തോറും നമുക്ക് ഈ ഏജ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പം അതെ, കേരളത്തിൽ ഇപ്പം 40 വയസ്സിലൊക്കെയാണ് പലർക്കും ചെവിയുടെ കേൾവി കുറയുന്ന ഒരവസ്ഥ വരുന്നത്. ഇനി പഠനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതെ. നീലഗിരിയിലെ ആൾക്കാരെയും
ചെന്നൈ ടൗണിലെ ആൾക്കാരെ കുറച്ച് പേരെ വെച്ചൊരു പഠനം നടത്തിയ ഒരു സയന്റിഫിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ ഈ നീലഗിരിയിലുള്ള ആൾക്കാരൊക്കെ ഒരു 80 വയസ്സാകുമ്പോഴാണ് അവരുടെ കേൾവി ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അതേസമയം ചെന്നൈ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരു 40 വയസ്സ് 50 വയസ്സാകുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. അവസ്ഥ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ കേൾവി ശക്തി സംരക്ഷിക്കാൻ വേണ്ടി കാട്ടിപ്പോയി ജീവിക്കാനൊന്നും പറ്റത്തില്ല. നമുക്കിവിടെ ജീവിച്ചേ പറ്റൂ. അതെ. പക്ഷെ 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം പരമാവധി നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ചും ബോധവാന്മാരായ ആൾക്കാരാണ് ജിമ്മി വരുന്നത്. അവർക്ക് സ്വന്തം ചെവിയുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ. അത് മറ്റൊന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ പാട്ടോ സോങ്ങോ ഇഷ്ടമാവണമെന്നില്ല. അപ്പോ ആ. വളരെ ഒരു മിതമായ, അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കുന്ന രീതിയിലുള്ള ഒരു വോയിസിലാണ് അവർ പ്ലേ അല്ല, ചെയ്യുന്നെങ്കിൽ അതൊരു ഒരു വിഷയമല്ല. ഒരു ചെറിയ ശബ്ദത്തിൽ പാട്ടിട്ട് നല്ല രസമാണ്. പാട്ട് ആ ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് ചെറിയ ആ ശബ്ദത്തിലെ. വളരെ ഉം. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കുന്ന രീതിയിലായിരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ ആ രീതിയിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതൊരു അതെ, അതെ. വല്ലാത്തൊരു പ്രശ്നം ഞാൻ സ്വയം അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ ജിമ്മിൽ ഞാൻ ഒന്ന് ചായ കുടിക്കാൻ താഴെ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് താഴെ ഇറങ്ങിയിട്ട് ഞാൻ സ്ലോ വോളിയം കുറച്ചാ വെക്കുന്നത്. ഞാൻ എന്തെങ്കിലും ആ. ആവശ്യത്തിന് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ താഴെ തന്നെ ഒച്ച കേൾക്കാം, മേലയുടെ ഡപ്പാങ്കുത്തിന്റെ സൗണ്ട്. ഞാൻ അതെ, അതെ, ഇറങ്ങാൻ അതെ. കാത്തിരിക്കുക ഒരു വോളിയം കൂട്ടാനായിട്ട്. അതെ. ഈ പിന്നെ മറ്റ് ഓരോ എക്സസൈസ് ഉണ്ടല്ലോ. ഇപ്പം മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു കളരിപ്പയറ്റ് അതൊക്കെ ഇപ്പം ഈ കരാട്ടെ അതൊക്കെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ടോ കുട്ടികള്. അതേപോലെ ഈ ഡാൻസ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ഗെയിംസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ജിമ്മുമായിട്ടുള്ള ഒരു വ്യത്യസ്തത എന്താണ്? അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകേണ്ട ഒരു ജിമ്മിൽ പോകേണ്ട കാര്യമില്ലേ? നമുക്ക് ജിമ്മിൽ പോകേണ്ടത് വേ- കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജിമ്മിനെ മാത്രം എടുത്താല അതുകൊണ്ട് മാത്രം കിട്ടുന്ന ഗുണങ്ങൾ. ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജിമ്മിൽ നമ്മൾ 1 മണിക്കൂറേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് ജോലി ചെയ്യുന്ന കൽപ്പണിക്കാരോ അല്ലെങ്കിൽ മറ്റ് മരപ്പണിക്കാരോ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓ അതും ജിമ്മുമായിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ ജിമ്മിൽ വരുന്ന വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള സവിശേഷതകൾ മാത്രമായിട്ട് പറഞ്ഞാൽ എന്ത് പറയാം? ഇവിടെ നമ്മൾ ജിമ്മിൽ പോയി കഴിയുമ്പോൾ ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഓരോ മസിലിനും കൃത്യമായിട്ട് അത് പ്രൊപ്പോർഷണലായിട്ടാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ എല്ലാ ഉം. മസിലുകൾക്കും ഒരുപോലെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉം. ബോഡി കറക്റ്റ് നല്ല ഷേപ്പിലായിട്ടാണ് വരുന്നത്. ആ. ആ. ആ അല്ല ഇപ്പൊ ഒരു കിളക്കുന്നവനും അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പാറ പൊട്ടിക്കുന്നവനൊക്കെ കുറെ മസിലൊക്കെ കാണും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ഉം. അവരൊന്നും ആ ഒരു ലുക്ക് കിട്ടില്ല. ആ ഒരു ബോഡിയുടെ ആ ഉം. ഭംഗി, ശരീര സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു ഉം. സംഭവം കിട്ടില്ല. ആ, ഉം. ഉം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എൻ്റെ ഉം. അടുത്ത് വരുന്ന വെയിറ്റ് ലോസിന് വേണ്ടി കുറക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ ഉദ്ദേശം നിങ്ങളുടെ ഭാരം കുറയ്ക്കുകയല്ല, ഉം. ഉം. ഷേപ്പ് ആക്കി എടുക്കുകയാണ്. ഇപ്പം ഒരാൾ ഉം. 80 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് ഓവർ വെയിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഉം. ഉം. എനിക്കറിയാം 105 കിലോ ഭാരമുള്ളവരുടെ അവർ വെൽ ഷേപ്ഡ് ആണ്, അതായത് ഓർഡറിലുള്ള ബോഡിയാണ് അവർക്ക്. അതാണ് പ്രശ്നമില്ല. ശരീരത്തിലെ കൊഴുപ്പ് കുറക്കുക, മസിലിന്റെ അളവ് അല്ലെങ്കിൽ പ്രോട്ടീനോ കുറക്കേണ്ട കാര്യമില്ലല്ലോ. ഉം. 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 ഷേപ്പിലാക്കി എടുക്കുക, അതാണ് നമ്മൾ ജിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം നിങ്ങൾ രാകേഷ് നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ള ഗെയിമൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പം കബഡിയോ ഉം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് ലോങ് ഈവന്റ് ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു. ഉം. അപ്പോ ഉം. 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 നമ്മൾ ജിമ്മിൽ പോകുന്നത് ശരീരത്തിന്റെ ആ ഒരു ഭംഗി, ശരീര സൗന്ദര്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉം. നമ്മുടെ ശരീരത്തെ ഓർഡറിലാക്കി എടുക്കുകയാണ്. ഭാരം കുറക്കുന്നത് കുറയുന്നുണ്ടോ എങ്കിൽ കുറഞ്ഞോട്ടോ, വെൽ ആൻഡ് ഗുഡ്. ഉം. കുറഞ്ഞിട്ടില്ലെങ്കിലും അത് ഓർഡറിലായിരിക്കണം. ശരീരത്തിന്റെ കൊഴുപ്പ് ആണ് കുറക്കേണ്ടത്, അല്ല മസിലല്ല കുറയ്ക്കേണ്ടത്. ഇപ്പം ഉം. നമ്മുടെ ഇപ്പം ജിമ്മുകളിലൊക്കെ ഇപ്പൊ BMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ആ. അതിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനകത്തുള്ള കൊഴുപ്പിന്റെ അളവും നമ്മുടെ വിരലുകൾ അതിൽ അതിന്റെ ഒക്കെ സ്പർശിക്കുന്ന ഒരു മിഷൻ അല്ലേ? വിരല് അതെ ഇങ്ങനെ അതെ സ്പർശിച്ച്. അതെ. ആ. കറക്റ്റ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെയും ഓരോ എല്ലാ കാര്യത്തിന്റെയും അളവ് എല്ലാം ആ. പറഞ്ഞു തരും. നമുക്കത് ഓഹോ. പ്രിന്റ് കിട്ടും. അപ്പോ ആ. ഇപ്പം ആ. ആ. ഒരാള് പിന്നെ വന്നിട്ട് പറയാൻ എൻ്റെ അടുത്ത്, ഞാൻ 2 കിലോ എന്റെ ഭാരം കുറഞ്ഞു. അപ്പൊ അവന്റെ കഴിഞ്ഞ ഉം. BMI റിപ്പോർട്ടും ഈ ഇപ്പൊ എടുത്ത രണ്ടാമത് BMI ചെയ്തു നോക്കുമ്പോൾ അവന്റെ ഉം. ശരീരത്തിന് കൊഴുപ്പ് അന്ന് ഉണ്ടായിരുന്ന അതേ കൊഴുപ്പാണ് ഇപ്പോഴും ഉള്ളത്. കുറഞ്ഞത് ഉം. മാസാ. ഉം. ഉം. അപ്പൊ അവൻ അതെ. ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ 2 കിലോ ഭാരം കുറച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് പോയത് മസില. വല്ല കാര്യമുണ്ടോ? ഉം. 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 അപ്പോ അതെ. അവന്റെ അപ്പൊ ഡയറ്റിലാണ് പ്രശ്നം, ഉം. 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 പ്രോട്ടീൻ കഴിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോ
നമ്മുടെ ഭാരം കുറക്കുക മാത്രമല്ല, ഭാരം കുറഞ്ഞോട്ടെ, കുറയുന്നത് നല്ലത് തന്നെയാണ്, അല്ലാന്നല്ല പറയുന്നത്. പക്ഷെ മെയിൻ നമ്മുടെ ഉം, ഉദ്ദേശം നമ്മുടെ ശരീരം ഓർഡറിലാക്കി എടുക്കുക, ആ, ഉം, ഉം. നല്ല ഷേപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് ഭാരം ഇപ്പം 90 ആയാലും നല്ല ശരീരം ഉള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് അറിയാലോ, നാട്ടിൽ ഒരുപാട് അറിയാം. ഉണ്ടല്ലോ ഇപ്പൊ അതൊക്കെ. ഈ പ്രോട്ടീനും അല്ലെങ്കിൽ ക്രിയാറ്റിനും അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഈ അതെ. ജിമ്മിലൊക്കെ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന പല പയ്യന്മാരും മത്സരങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി സ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ദോഷമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ? നോക്കൂ, ഇത് മെഡിസിൻ, ഇത് ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഇതൊരു നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോ അതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അതിനെതിരാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമില്ല. അത് ചെയ്യാതിരിക്കുക. അതെ. നിർഭാഗ്യവശാൽ പല ഗെയിമുകളിലും ബോഡി ബിൽഡിംഗ് മാത്രമല്ല, ബോഡി ബിൽഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏത് സ്പോർട്സ് ഈ ചെയ്യുന്ന ആൾക്കാരെയും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം അവരുടെ ഗെയിം അവരുടെ സ്കില്ലാണ്, നമ്മുടേത് മസിലാണ്. അപ്പൊ ബോഡി ബിൽഡേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ എങ്കിൽ ഇപ്പം ലോകത്തിന് തന്നെ ഈ സ്റ്റിറോയിഡിനെ കുറിച്ച് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ബെൻ ജോൺസന്റെ 87-ലോ മറ്റോ 88-ലോ മറ്റോ നടന്ന ഒളിമ്പിക്സിൽ ബെൻ ജോൺസൺ ഡിസ്ക്വാളിഫൈഡ് ആയില്ലേ? ഓർമ്മയുണ്ടോ? ആ, അപ്പോഴാണ് ലോകം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്, ലോകത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. അപ്പോ എല്ലാ ഈവന്റുകാരും, അതായത് അന്നത്തെ നോർത്ത് ജർമ്മനി അല്ല, കിഴക്കൻ ജർമ്മനി, റഷ്യയുടെ അണ്ടറിലുണ്ടായിരുന്നു, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റിറോയിഡ് ആയിരുന്നു. ഒളിമ്പിക്സിൽ മൊത്തം മെഡൽ തൂത്തുവാരി കൊണ്ടുപോകായിരുന്നു. അതുപോലെ തന്നെ ക്യൂബ, ഇതൊക്കെ സ്റ്റിറോയിഡിന്റെ കളിയായിരുന്നു. അപ്പൊ എല്ലാ ഗെയിമിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഗെയിമിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ഇത് കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഒരു പഴി കേൾക്കുന്നത് ബോഡി ബിൽഡേഴ്സ് ആണ്. ബോഡി ബിൽഡേഴ്സും ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ കൂടുതൽ എന്താ പറയാ, അവരെയാണ് കൂടുതൽ ഇത് ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ, മറ്റുള്ളവർ ചെയ്യുന്നത് അറിയുന്നില്ല, അവർക്ക് അങ്ങനെ മസിലി വരുന്നില്ല. അവരെടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്റ്റിറോയിഡ് സ്പീഡായിട്ടായിരിക്കും മാറുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് അവരുടെ ഗെയിം ആയിട്ടാണ് മാറുന്നത്. ബോഡി ബിൽഡർ എടുക്കുമ്പോൾ അത് അവന്റെ മസിലായിട്ടാണ് മാറുന്നത്. അപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ പിന്നെ ആരായാലും ശരി, ഏത് ഗെയിം ആയാലും ശരി, ബോഡി ബിൽഡർ ആയാലും ശരി, വെയിറ്റ് ലിഫ്റ്റർ ആയാലും ശരി, മെഡിസിൻ ഈസ് നോട്ട് ഗുഡ്. ഇപ്പൊ നമ്മുടെ ഈ പല പ്രായമായ സിനിമ നടന്മാരൊക്കെ, ഈ അമീർ ഖാനോ അല്ലെങ്കിൽ കമൽഹാസനോ അങ്ങനെയുള്ളവരൊക്കെ നല്ല നല്ല ബോഡിയാണല്ലോ, നല്ല വെൽ ഇതായിട്ടിരിക്കുവാണല്ലോ. അപ്പൊ അവരൊക്കെ ഈ സ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടൊക്കെ ആയിരിക്കും, അതോ അവര് നല്ലോണം കട്ടിപ്പണി ചെയ്യുന്നുണ്ടോ? നോക്കൂ, ഞാനൊരു പ്രായമായാലും സ്വതന്ത്ര ചിന്തകനാണ്. സോ മറ്റുള്ളവരുടെ കാര്യം അത് നമ്മള് അങ്ങനെ, അവരുടെ പേര്, ഇതൊരു സ്വകാര്യ ആ വ്യക്തികളുടെ സംഭാഷണമാണ്. ഇപ്പൊ പേര്, ഞാനും അല്ല, മനസ്സിലായി, ഞാൻ ഇപ്പൊ പേര് ഞാനും മാറ്റാം. നമുക്ക് പ്രായമായ ഒരു വ്യക്തി, ഇപ്പം ചില ആൾക്കാരെയൊക്കെ കണ്ടാല്, ഇപ്പം ചേട്ടന് ഇപ്പൊ ഒരു 19 വയസ്സ് കാണത്തില്ലേ? കേട്ടായോ? ഹലോ, അല്ല, ചേട്ടന് ചില ആൾക്കാരെ കണ്ടാല്, ഇപ്പൊ ചേട്ടന് ഇപ്പൊ 55 വയസ്സ് കാണത്തില്ലേ? എനിക്ക് 67. എത്ര? 67. 67. നൈസ്, കൊള്ളാം. അപ്പൊ ചില ആൾക്കാരെയൊക്കെ കണ്ടാലേ നമുക്കിപ്പം പ്രായം തോന്നിക്കത്തില്ല. 40-45 വയസ്സിന്റെ ഒക്കെ ഒരു ആകാര സൗഷ്ഠവം ഒക്കെ ആയിട്ട് നിൽക്കുമല്ലോ. അത് ഞാൻ സിനിമാടന്മാരെ ഉദാഹരണം ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ ചേട്ടന്റെ ഉദാഹരണം തന്നെ പറയാം. ഇപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പിന്നെ എന്താ പറയുന്നത്, ഈ ഫിറ്റ്നസ് ഇങ്ങനെ ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? ഇങ്ങനെ മറ്റ് സ്റ്റിറോയിഡുകളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നറിയാം, അതിന്റെ രഹസ്യം എന്താണ്? നോക്ക്, ഞാൻ ഏതാണ്ട് ഒരു 16 വയസ്സിൽ തുടങ്ങിയതാണ് എക്സസൈസും ഫ്ലോർ എക്സസൈസും ഒക്കെ ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ ആർമിയിലായിരുന്നു, ആ പിന്നെ സ്ഥിരമായിട്ട് ആർമി ടീമിലായിരുന്നു, ബോഡി ബിൽഡിംഗ് ടീമിലായിരുന്നു സ്ഥിരമായിട്ട്. അന്നും ഞാൻ ആർമി ബോഡി ബിൽഡിംഗ് ടീമിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രോട്ടീൻ പൗഡർ ഉണ്ടായിരുന്നില്ല. ഞാൻ പെൻഷൻ വന്നിട്ട് കണ്ണൂർ ജില്ലാ ചാമ്പ്യനൊക്കെ ആകുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡർ പോലും ഞാൻ കഴിച്ചിട്ട് അറിയില്ല, ഇവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല, സപ്ലൈ ഒന്നും ഇല്ലായിരുന്നു, കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു. ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുടെ അടുത്ത് വരുത്തിക്കായിരുന്നു. അപ്പോ അതിന് ശേഷമൊക്കെയാണ് കുറച്ചും കൂടെ ഇതൊക്കെ പോപ്പുലർ ആവാൻ തുടങ്ങിയതും ഒക്കെ തന്നെ. അപ്പോൾ സോ നിരന്തരമായിട്ട് നമ്മളിപ്പം ഇപ്പൊ എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കഴിക്കുന്നത് കൂടുതലായിട്ടൊന്നും കഴിക്കുന്നില്ല. ഒരു ചോറ് അങ്ങനെയുള്ള ചപ്പാത്തി ഒന്നും വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ചിക്കൻ റെഗുലർ ആണ്. റെഗുലർ എന്ന് പറഞ്ഞാൽ ദിവസവും ചിക്കൻ ആണ് മെയിൻ ആയിട്ട് എന്റെ ഭക്ഷണം. എഗ്ഗും ചിക്കനും തന്നെയാണ്, പിന്നെ ഫ്രൂട്ട്സും. എനിക്ക് ഈ ഫ്രൈ ചെയ്ത് കഴിക്കോ?
ചിക്കൻ ഫ്രൈ ഫ്രൈ ആയിട്ട് ഇല്ല ഇല്ല കഴിക്കാറുണ്ട്? ഇല്ല. വെറുതെ ഇല്ല. പിന്നെ വേവിച്ചിട്ട് കുറച്ച് ഉം. ചെറുങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ട് ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഉം. അങ്ങനെ ഉം. തന്നെ കഴിക്കുക ചെയ്യുന്നത്. കാരണം ഇപ്പൊ കോമ്പറ്റീഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നോർമലി കഴിക്കാമല്ലോ. അങ്ങനെ നമുക്ക് മുഴുവനും 100% ഓയിൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചെറുങ്ങനെ ഉം. തടുക്കിയൊക്കെ ഉം. അടിച്ചിട്ട് വറവൊക്കെ ഉം. ഇട്ടിട്ട് കഴിക്കാം. ഒരു ചേട്ടൻ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു 80% പ്രോട്ടീൻ തന്നെയാണല്ലേ അന്നേരം? വൈഫിനായിട്ട് വലിയ പ്രശ്നമാണ്. പുള്ളിക്കാരി കാരണം പുള്ളിക്കാരി വെക്കുന്ന ചോറൊക്കെ കൊണ്ടുപോയിട്ട് കളയലാണ്. അപ്പോ എനിക്ക് ഞാൻ ആകെ ഇന്ന് രാവിലെ ഒരു കഷ്ണം പുട്ട് കഴിച്ചെന്നല്ലാണ്ട് പിന്നെ ഞാൻ അരി ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇതുവരെ ഞാൻ കഴിച്ചത് എഗ്ഗും ചിക്കനും തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആവുന്നുള്ളൂ. കാരണം വർക്കൗട്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് ഞാൻ എന്തും ലഡു അതും ഇതും ഒക്കെ കഴിക്കും. അപ്പൊ മാറും ഉം. ഉം. നമ്മുടെ ശരീരത്തിന്റെ ആ ഓർഡർ മൊത്തം ഡിസോർഡർ ആവും. സ്വീറ്റ് ഞാൻ ഉം. ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് സ്വീറ്റ്. അപ്പോൾ ഞാൻ ആഹാ. ഒരുപാട് സ്വീറ്റ്സും ലഡു അത് ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കളി നിർത്തി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ചാടും. അപ്പോൾ ഉം. കളിക്കുമ്പോൾ മാത്രമേ ഈ ഫുഡിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. കളി അപ്പോൾ ഒരു നിർത്തുമെന്ന് പറഞ്ഞാല് ഒരു മാസത്തിൽ ഇത്ര ദിവസം ഇടവേള അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇല്ല ഇല്ല അങ്ങനെയല്ല. ചിലപ്പം കളി എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ആ. പനിയൊക്കെ വന്നു അല്ലെങ്കിൽ അങ്ങനെ ആ. എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാരണം എവിടെയെങ്കിലും പോയി അങ്ങനെയല്ല. കളി ചിലപ്പോൾ ഞാൻ മകളെടുത്ത് പോകും, USA പോകും, ഫുള്ളായിട്ട് കളി നിന്ന് പോകും. അങ്ങനെയൊക്കെ ആ. ഉള്ള സമയത്തൊക്കെ സംഭവിക്കാന്നല്ലാതെ കളി ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ അതിന് മാത്രമേ ശ്രദ്ധയുള്ളൂ. ഉം. കാരണം പ്രോട്ടീൻ നമുക്ക് പൗഡറായിട്ട് പ്രോട്ടീൻ പൗഡർ എടുക്കാറുണ്ടോ? അതോ ഫുഡിൽ നിന്ന് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണോ അയ്യോ ഞാൻ ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ സ്റ്റുഡൻസ് ഉം. ഉള്ള തലശ്ശേരിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കറിയാം ഞാൻ പ്രോട്ടീൻ പൗഡർ എനിക്ക് തോന്നുന്നു 2 3 തവണ ഞാൻ നാഷണലിനൊക്കെ പോകുന്ന സമയത്താണ്. അന്ന് ഉം. ഇതുപോലെ ഉം. പ്രോട്ടീൻ പൗഡർ ഞാൻ 2010 11 നാഷണലൊക്കെ ചെയ്തത്. അപ്പോ ഉം. ഇത്രയൊന്നും പോപ്പുലർ ആയിരുന്നില്ല പ്രോട്ടീൻ പൗഡർ ഒന്നും. അപ്പോൾ എൻ്റെ ഉം. അടുത്ത് ഉം. പലരും പറഞ്ഞിട്ടാണ് ഞാൻ പ്രോട്ടീൻ പൗഡറിനെ ഒരു ഡബ്ബയൊക്കെ വാങ്ങിച്ച് അന്ന് കഴിച്ചിരുന്നത്. ആഹാ. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ സമയത്തൊന്നും അത്ര പോപ്പുലർ അല്ല ഈ സംഭവം. പിന്നെ മുട്ട കഴിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ 87 മുട്ടയുടെ വെള്ള വരെ കഴിച്ച ദിവസമുണ്ട്. ഒരു ദിവസം? ഒരു ദിവസം ഒരു 87 മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് അധികം കൂടുതലൊന്നുമില്ല. അതായത് രാവിലെ ഒരു 20, ഇപ്പം 80 തന്നെ കൂട്ടിക്കോ. രാവിലെ 20, ഉച്ചയ്ക്ക് 20, വൈകുന്നേരം 20, രാത്രി 20. അതായത് മുട്ടയുടെ വെള്ളം മാത്രമാണ്. നമ്മൾ അതിനെ ഉം. മഞ്ഞ മാറ്റി കഴിയുമ്പോൾ ഒരു കട്ടോരിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് കാണും അത്. ഉം. 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 അത് ജസ്റ്റ് ഒന്ന് കല്ലിൽ പറഞ്ഞ് ഇളക്കി ഒന്ന് ചൂടാക്കി കോരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയുള്ള അത് വേറെ ഒന്നുമില്ല. അതിനകത്ത് എനർജി ഇല്ല, ഒന്നുമില്ല, ഉം. പ്രോട്ടീൻ ഉം. മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം കഴിക്കാറുണ്ട്. പിന്നെ ചിക്കൻ കഴിക്കുവാണെങ്കിൽ എഗ് വൈറ്റിന്റെ എണ്ണം കുറയും. ഒരു 1/2 കിലോ ചിക്കൻ കഴിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ചിക്കൻ അല്ല, മുട്ടയുടെ ഒരു 10. ചേട്ടന്റെ ചെറുപ്പകാലത്ത് ഈ ഇറച്ചിക്കോഴികളൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ? അന്ന് ഈ അയ്യോ മാംസമുള്ള കോഴികളൊക്കെ ഇത്ര ഇല്ലായിരുന്നല്ലോ അന്നല്ലേ? പക്ഷെ എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് ഞാൻ പട്ടാളത്തിൽ 17 വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് പട്ടാളത്തിൽ ഉം. നല്ല ഫുഡാണ്. പിന്നെ ഞാൻ ഉം. പട്ടാളത്തിൽ ഉം. ഗെയിമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ പ്രത്യേകിച്ച് ഗെയിം ചെയ്യുന്നതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് മുട്ടയോ അതോ ഇതോ എന്ത് വേണമെങ്കിലും തരുമായിരുന്നു അവര്. ഉം. 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 അങ്ങനെ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഗെയിം ഉം. ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് അവര് ഫുഡൊക്കെ തരുമായിരുന്നു. കാരണം എന്റെ ഉം. ബറ്റാലിയൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏത് കമ്പനി ചെന്നാലും എനിക്ക് മുട്ടയോ ചീസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കമ്പനിയിൽ നിന്ന് തരുമായിരുന്നു. ഈ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമ്മളെ ഈ ബോഡി മസിൽസ് ഒക്കെ അല്ലേ ബിൽഡ് ആവുന്നുള്ളൂ. നമുക്ക് ഈ സ്റ്റാമിന കൂട്ടാൻ അതിനോടൊപ്പം നമ്മള് ഓട്ടോ, നീന്തലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തു പോകണ്ടേ? സ്റ്റാമിനയും ഇതും രണ്ടും രണ്ടല്ലേ? സ്റ്റാമിനയും കൂടെ രണ്ട് കൂടുന്നതിന് രണ്ടാണ് രണ്ട് രണ്ടാണ് രണ്ട് അതെ, രണ്ടാണ് അതെ. സ്റ്റാമിന കൂടുന്നതിന് എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? അതായത് മുൻപൊക്കെ ഇത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ട്രെഡ്മില്ലിലായിരുന്നു പണ്ട്. ഉം. അപ്പോ മുൻപ് നമുക്ക് സ്റ്റാമിന ആണെങ്കിൽ ഒന്ന് സ്കിപ്പിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഉം. നമുക്ക് ഓടുക തന്നെ വേണം. റോഡുമിൽ ആഹാ, ഇറങ്ങി ആഹാ. ഓടുക തന്നെ വേണം. ഇപ്പോഴങ്ങനെയല്ല, കാലം ആഹാ. മാറി, ജനറേഷൻ മാറി. ഇപ്പം എല്ലാ ജിമ്മുകളിലും ട്രെഡ്മിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടുള്ള എയറോബിക്സ് ധാരാളം ചെയ്യാനുള്ള അവസരമുണ്ട്. ആഹാ. അപ്പോൾ അത് അതിന്റെ കൂടെ കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? ഇപ്പം അത് മാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ജിമ്മിൽ വന്നപാട് അരമണിക്കൂർ എയറോബിക്ക് മാത്രം അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ കിടന്ന് ഓടിയിട്ട് വന്നാൽ പിന്നെ മേലെ അവനൊന്നും കളിക്കാൻ പറ്റില്ല. പിന്നെ ജിമ്മിൽ ബെഞ്ചിൽ കിടന്നിട്ട് ബെഞ്ച് പ്രസ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അനുസരിച്ചിട്ട് ആ, ഉം. രണ്ടും കൂടെ രണ്ടും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. അതിന്റെ ഉം. ഇപ്പൊ നമ്മൾ എൻഡ്യൂറൻസും നിൽക്കണം, ഫ്ലെക്സിബിലിറ്റി, ആ, ഉം. അതായത് വാമപ്പ് ആൻഡ് വാം ഡൗൺ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, ഇതൊക്കെ ഉം. അതിന്റെ കൂടെ കൊണ്ടുപോകണം. ഈ വാമപ്പ് ആൻഡ് വാം ഡൗൺ എന്ന് പറഞ്ഞത് ഇപ്പം ഈ പലപ്പോഴും പല ജിമ്മിലും വാമപ്പ് ഒന്നും വലുതായിട്ടില്ല. വന്ന ഉടനെ ആൾക്കാരങ്ങ് തുടങ്ങുക കുട്ടികളെല്ലാം. ഈ വാമപ്പ് ഒന്നും ഇല്ല.
വന്നുടനെ അങ്ങ് ആ ഓരോ അറിയാം. ഐസൊലേഷൻ ആയിട്ടൊക്കെ ചെയ്യുക ഓരോ കാര്യങ്ങൾ. ഇത് രണ്ട് ടീമുണ്ട്. ഞാൻ കണ്ടത് രണ്ട് ടീമുണ്ട്. ഒന്ന് ഓവറായിട്ട് വാമപ്പ് ചെയ്യുന്ന ടീമും, ഒന്ന് ആഹാ. അവര് ജിമ്മിലേക്ക് വരുന്നത് അവരുടെ അടുത്ത് ആകെ 1 മണിക്കൂർ ഉണ്ടാവും. അരമണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ തിരിക്കലും കഴുത്ത് തിരിക്കലും ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ കളി. പിന്നെ ആ. അരമണിക്കൂറാണ് അവർ കളിക്കാനായിട്ട് തരുന്നത്. അപ്പോൾ എത്ര ചെയ്യിക്കാൻ പറ്റുക? ചിലവര് വന്നിട്ട് ഒരുപാട് ഓവറായിട്ട് ട്രെഡ്മില്ലൊക്കെ ചെയ്ത് അരമണിക്കൂർ ചെയ്ത് വേർതിട്ടാ പിന്നെ വരുന്നത്. പിന്നെ അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്യാനും പറ്റത്തില്ല. ആ കൺട്രോൾ ആയിട്ട് രണ്ടും നമുക്ക്, അതായത് ഇന്ന് നമ്മൾ ഒരു ഏത് മസിലാണ് ചെയ്യുന്നത്, ഇപ്പൊ കാലാണ് ഉം. ചെയ്യേണ്ടത്. ഉം. അപ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, കാല് ചെയ്യുന്ന ദിവസം എയറോബിക്സ് ചെയ്യരുത്. നിങ്ങൾ ഉം. ഓവറായിട്ട് എയറോബിക്സ് ചെയ്ത് ഓടി ചാടി കതച്ച് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ കാല് എന്തോ ചെയ്യാനാ? കാല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡ് വർക്കൗട്ടാണ് കാല്. ഉം. വലിയ ഉം. വെയിറ്റ് ഇട്ട് സ്ക്വാട്ട് അടിക്കേണ്ടതാണ്. അപ്പോൾ കാലിന്റെ ദിവസം നിങ്ങൾ എയറോബിക്സ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക. കളി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുക. അതുപോലെ വാമപ്പ് ചെയ്യുക. വാമപ്പ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ട്രെഡ്മില്ലും അങ്ങനെയുള്ള വാമപ്പ് അല്ല, അത് ഓവറോൾ ബോഡി വാമപ്പ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഇന്ന് കളിക്കേണ്ടത് നമ്മളുടെ ബൈസിപ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഷോൾഡർ ആണ് കളിക്കണമെങ്കിൽ ഏത് മസിലാണോ കളിക്കേണ്ടത് ആ അതിനെ പെർട്ടിക്കുലർ ഓർപ്പിക്കുക. ആ പെർട്ടിക്കുലർ മസിലിനെ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം. ഉം. 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 അതാണ് ആ മസിലിന്റെ വാം. കാരണം ഇന്ന് എനിക്ക് കളിക്കേണ്ടത് ചെസ്റ്റ് മാത്രമാണ്. ഇത് ബോഡി ബിൽഡിംഗ് ആണ്. മറ്റു ഉം. ഫുട്ബോളുമായിട്ട് നമുക്ക് എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. അവര് പല രീതിയിലുള്ള വാമപ്പും ചെയ്യും, പക്ഷെ നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കാര്യമായിട്ട്. കാരണം ഇന്ന് എനിക്ക് ഓ. ഡെൽറ്റ് മാത്രമേ കളിക്കണ്ടൂ. അപ്പൊ എനിക്ക് ഇന്ന് വാമപ്പ് ചെയ്യേണ്ടത് ഡെൽറ്റ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ബൈസിപ്സ് അടിക്കുമ്പോൾ ബൈസിപ്സ് പമ്പായി ഉം. വരും, അതെ അല്ലെ? അതെ. അപ്പൊ ബൈസിപ്സ് പമ്പായി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടത്തേക്ക് ലോഡ് പോകുമ്പോൾ അവിടത്തേക്കുള്ള ഓക്സിജൻ ഉം. സപ്ലൈ കൂടും, ഉം. 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 അല്ലെ? അപ്പോൾ അവിടത്തേക്ക് ഉം. നമ്മുടെ ഹൃദയം ഓവറായിട്ട് ബൈസിപ്സിലേക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് എവിടെയൊക്കെ വെച്ചാൽ അവിടത്തേക്ക് ബ്ലഡിനെ ഉം. പമ്പ് ചെയ്യും. ഉം. ഉം. അപ്പോൾ അത് നമ്മൾ മെല്ലെ മെല്ലെ ഗ്രാജുവലി ആണ് ആ പമ്പിങ് കൂടി കൂടി വരുന്നത്. ഉം. അപ്പോ ആ ഒരു അവിടത്തേക്ക് ലോഡ് കിട്ടുന്നിടത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഓക്സിജൻ അവിടത്തേക്ക് സപ്ലൈ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഓവർ വെയിറ്റ് ഇട്ട് അടിക്കുകയാണെങ്കിൽ ഡാമേജ് ആവും, ഇഞ്ചുറി ആവും. അതെ. ഉം. ഉം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ കാലിനാണെങ്കിൽ കാലിന്, ചെസ്റ്റിനാണെങ്കിൽ ഡെൽറ്റിനാണെങ്കിൽ ഏത് മസിലിനാണോ കളിക്കുന്നത് അതിനെ നിങ്ങൾ ആദ്യം ചെയ്യുന്ന വാമപ്പ് ഓവറോൾ ട്രെഡ്മിൽ അത് വേറെ. പക്ഷെ നിങ്ങൾ ഉം. ഏത് മസിലിനാണോ കളിക്കുന്നത് ആ മസിലിന് നന്നായിട്ട് ചെറിയ രീതിയിൽ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് ആദ്യം വാമപ്പ് ചെയ്യുക. അത് കൗണ്ട് ചെയ്യില്ല, അത് നമ്മുടെ സെറ്റിനകത്ത് ഉം. വരില്ല. പിന്നെ നമ്മളുടെ ആ ഒരു എത്രയാണോ നമ്മുടെ ഒരു സെറ്റിലെ റെപ്പിറ്റേഷൻ 10 ആണോ എത്രയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്, ആ റെപ്പിറ്റേഷനുള്ള വെയിറ്റ് എത്തിക്കഴിഞ്ഞാലാണ് പിന്നെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എത്ര ഉം. സെറ്റ് എന്ന് ഉം. പറഞ്ഞാൽ. അതുവരെയുള്ളത് വാമപ്പിൽ കൂട്ടാം, ഒറ്റൊന്നേ വേണ്ടു. ഇപ്പം ഡെൽറ്റിനാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റിന്റെ ആദ്യത്തെ ഒരു കളിക്ക് മാത്രമേ നമ്മൾ ഡെൽറ്റിന് വാമപ്പ് ചെയ്യുള്ളൂ, എല്ലാ കളിക്കും വാമപ്പ് ചെയ്യേണ്ട ഉം. കാര്യമില്ല. പിന്നെ നമ്മൾ ഉം. ഡെൽറ്റ് മൊത്തം കളിക്കാം, ചെസ്റ്റിനാണെങ്കിലും കാലിനാണെങ്കിലും. ആദ്യം കുറച്ച് നേരം ഫ്രീ ഉം. സ്കോട്ട് ഒക്കെ അടിച്ചൊന്ന് ചൂടാക്കി വന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഓരോ ലെഗ് പ്രസിനും അവിടെ വാമപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഡയറക്റ്റ് വെയിറ്റ് ഇട്ട് അടിക്കാം. വാമപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമം ഒരു 5 ടൈപ്പെങ്കിലും ചെയ്യും അല്ലേ? 5. സെറ്റ്സ് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ഓരോ ദിവസത്തിന്റെ ഫോം അനുസരിച്ചും നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചും ഓരോ ദിവസം ഇതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇന്ന് സ്കോട്ടിലാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ അടിക്കും. പിറ്റേ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലെഗ് പ്രസ് ആണെങ്കിൽ അതിനകത്ത് കുറച്ച് കൂടുതലും. അത് ഓരോ ദിവസവും നമ്മളിപ്പം ചെസ്റ്റിനകത്ത് ഇന്നിപ്പം ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ് അടിച്ചത്, ആദ്യം അടിച്ചത്. അതിപ്പം അതുപോലെ തന്നെ ഇപ്പം ആംസിൽ ഇപ്പം നമ്മൾ ഒരു ദിവസം ആംസ് വന്നപ്പോൾ നമ്മൾ ബൈസിപ്സ് ആണ് ആദ്യം അടിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ട്രൈസിപ്സ് ആദ്യം ചെയ്യും. അങ്ങനെ മാറ്റി മാറ്റി ചെയ്യും. അതുപോലെ തന്നെ സെറ്റ്സ് ഡിപ്പെൻഡ് ഓൺ നമ്മളുടെ 3 സെറ്റാണ് സ്റ്റാൻഡേർഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചില സമയം നമ്മൾ ഇപ്പം ചില സ്ഥലത്ത് ചില ജിമ്മുകളിൽ കുറച്ച് എക്യുപ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് 3 സെറ്റ് കൊണ്ട് മതിയല്ലോ, കാരണം കളി കുറവായിരിക്കുമല്ലോ. അപ്പോൾ നല്ല എല്ലാ കളിയുള്ളതാണെങ്കിൽ 3 സെറ്റ് എനഫ് ആണ്. അല്ലെങ്കിൽ 4 സെറ്റ് ഒക്കെ ചെയ്യാം. ഇനി കാലിൻ്റെ അത് ഞാൻ കുറച്ച് ഓവറാണ് കാല് ചെയ്ത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനത് ശരിയാണെന്ന് കരുതുന്നില്ല. പക്ഷെ ഞാൻ ഒരുപാട് കാലിന് ഓവർ വെയിറ്റ് ഇട്ട് അടിക്കുന്ന, ഓവർ വെയിറ്റും ഓവർ സെറ്റും 20 സെറ്റൊക്കെ സ്കോട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. അത് നമ്മൾ ഈ ഫോറാമിന് പ്രത്യേകിച്ച് എനിക്ക് അതിന്റെ ഒരു ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ സ്വാഭാവികമായിട്ട് വരികയാണോ? ഫോറാമിന് മാത്രമായിട്ടൊക്കെ ഒരു ദിവസം നീക്കി വെക്കാറുണ്ടോ? അങ്ങനെ നീക്കി വെക്കുന്നത് നോക്കൂ, ഞാൻ ഫോറാമിനെ മറ്റൊരു പ്രൊമോട്ട് കോമ്പിനേഷനായിട്ട് ചെയ്യാൻ ഒരു കോമ്പിനേഷൻ പറയും. ആയിട്ട് ചെയ്യുമ്പോഴേ ഫോറാം ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ ചെസ്റ്റ് അല്ലെങ്കിൽ അതിനോടൊപ്പം ഫോറാം മാത്രമായിട്ടൊക്കെ പ്രാധാന്യം നോക്കൂ, കൊടുത്ത് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ മനസ്സിലായി ക്വസ്റ്റ്യൻ മനസ്സിലായി. ഫോറാംസ് സാധാരണ നമ്മളൊരു മിഷൻ എല്ലാ ജിമ്മിലും ഫോറാംസിലും ഉണ്ടാവും. പക്ഷെ അത് ഞങ്ങൾ ഷെഡ്യൂളിൽ പെടുത്താറില്ല.
അതാ. ആ, ആ. ആ പക്ഷെ വർക്കൗട്ടിന്റെ ഒരു മനുഷ്യനെ കാണുമ്പോഴേ ആ ലുക്ക് ഫോർ ആംസിൽ ലുക്കൊക്കെ വരുന്നത് ഫോർ ആംസ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആർമി സർവീസസ് ടീമിൽ ഉണ്ടാവുമ്പോൾ 7 ടൈം നാഷണൽ ചാമ്പ്യനായ BD റായും അനേക ടൈം മിസ്റ്റർ ഇന്ത്യയും ആൾക്കാരൊക്കെ എന്റെ ടീമിലുണ്ട് ഓരോ ക്ലാസ്സിലും. പക്ഷെ ഞങ്ങളുടെ ജിമ്മിനകത്ത് ഫോറാം ഒന്നും ആരും ചെയ്യാറില്ല. എല്ലാത്തിന്റെ ഫോറാം ഇത്രയുണ്ട്. കാരണം നിങ്ങൾ ബൈസിപ്സ് ചെയ്യുമ്പോഴും ഫോറാം വർക്കൗട്ട് ആവുന്നുണ്ട്, ട്രൈസിപ്സ് ചെയ്യുമ്പോഴും ആകുന്നുണ്ട്, എല്ലാം ചെയ്യുമ്പോഴും ഫോറാംസിന് കിട്ടുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ വല്ലപ്പോഴും ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ദിവസമൊക്കെ പോയിട്ട് ഒരു ചെയ്യാന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് സമയം പാഴാക്കുന്ന ആ സമയത്തിന് നിങ്ങൾ ആബ്സ് ആണ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്റ്റേജിൽ കാടാനുണ്ടാവും. കാരണം നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന സാധനമാണ്. ഉദാഹരണത്തിന് ഒന്നും കൂടെ ഞാൻ പറയാം. ഞാൻ ആംസ് കളിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താന്ന് കരുതരുത്. അതായത് നമ്മൾ ചെസ്റ്റ് കളിക്കുന്നത് കൈകൊണ്ടാണ്, ഡെൽറ്റ് കളിക്കുന്നത് കൈകൊണ്ടാണ്, ബാക്ക് കളിക്കുന്നത് കൈകൊണ്ടാണ്. അതായത് കാലൊഴികെ എല്ലാം കളിക്കുന്നത് കൈകൊണ്ടാണ്. അപ്പൊ കൈ എന്ത് കഴിഞ്ഞാലും കൈയും ബൈസസും ട്രൈസസും വരും. മനസ്സിലല്ലേ? ഇപ്പൊ നിങ്ങള് ജിംനാസ്റ്റിക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ ബൈസപ്സ് അടിക്കുന്നില്ല, ട്രൈസപ്സ് അടിക്കുന്നില്ല. അവർ കളിക്കുന്നത് റിങ്ങിനകത്തൊക്കെ കിടന്നു തൂങ്ങുന്ന ടീമാണ്. അവരുടെ ബൈസപ്സ് എന്ന് പറഞ്ഞാൽ തേങ്ങ പോലെ ഉണ്ടാവും. അപ്പോ ബാക്ക് കളിക്കുമ്പോൾ ബൈസപ്സിന് കിട്ടുന്നുണ്ട്, ചെസ്റ്റ് ചെയ്യുമ്പോൾ ട്രൈസപ്സിന് കിട്ടുന്നുണ്ട്, ഡെൽറ്റ് ചെയ്യുമ്പോൾ ട്രൈസപ്സിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ ബൈസപ്സും ട്രൈസപ്സും നമ്മൾ ചെയ്യാണ്ട് തന്നെ കുറേശ്ശെ വരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ അതിനെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാലും സ്കിപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തർ ബൈസപ്സ് ചെയ്യുന്നത്. അത് തെറ്റാണ്. അതിനുള്ളത് അതിന് കൊടുത്തോ, അതിനുള്ളത് എത്ര വേണം നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് അതിന് ചെയ്യുക. അല്ലാണ്ട് ഓവറായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളതിനെ സ്കിപ്പ് ഒക്കെ ചെയ്തിട്ട് കളിക്കുന്നത് ശരിയായ രീതിയല്ല. അതുപോലെ ഫോർ ആംസിന് നിങ്ങൾ കളിച്ചോ വല്ലപ്പോഴൊക്കെ, പക്ഷെ അത് ഒരു സെപ്പറേറ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആംസ് ചെയ്യുന്ന ദിവസം ഏതെങ്കിലും 1-2 ദിവസം തീരുമാനിച്ചോ, ബൈസപ്സ് ചെയ്യുന്ന ദിവസം ട്രൈസപ്സ് ചെയ്യുന്ന ദിവസം ഫോർ ആംസും കൂടെ ചെയ്യാം. ദിസ് ഇസ് ബെറ്റർ. അന്ന് സമയം ഉണ്ടാവും. കാരണം ചെറിയ 2 മസിലാണ്, അന്ന് സുഖമായിട്ട് ചെയ്യാം. അല്ലാതെ കാല് ചെയ്യുന്ന ദിവസമൊക്കെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ചെയ്യിക്കാറില്ല. എന്റെ ബിൽഡേഴ്സ് ഒക്കെ നാഷണൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അവർക്ക് നല്ല ഫോറാംസ് ആണ്. നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ അറിയപ്പെടുന്നതാണ് റിയാസ് ഒക്കെ. അവന്റെ ഒക്കെ ഫോറാംസ് ഒക്കെ ഇത്ര സൈസുള്ളതാണ്. അഭിലാഷ് ഉണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഫോറാംസിന് വേണ്ടി സമയം പാഴാക്കാറില്ല. പക്ഷെ എന്നിട്ടും അതുകൊണ്ട്, കാരണം അവർ കളിക്കുന്നതൊക്കെ കൈ കൊണ്ടാണല്ലോ, അത് വന്നോളും. അതിനെപ്പറ്റി വിചാറേണ്ട കാര്യമില്ല. അതൊരു കൈയുടെ ഷേപ്പിൽ ബൈസപ്സിനെക്കാളും കൂടുതൽ പ്രാധാന്യം ട്രൈസപ്സിനല്ലേ ഉള്ളത്, ഷേപ്പ് ആ ഒരു. അതെ, 70 നമ്മുടെ അപ്പർ ആംസിന്റെ 70% ട്രൈസിപ്സും അല്ല, എന്താ പറയാ, 4/3 ഭാഗം ട്രൈസിപ്സും 1 ഭാഗം ബൈസിപ്സും ആണ്. ഇതാണ് വലുത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ട്രൈസിപ്സ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഒരു സാധാരണക്കാരന് ട്രൈസിപ്സ് ഉള്ളിലുണ്ടാവും, പക്ഷെ അങ്ങനെ പുറമെ പ്രൊജക്ട് ചെയ്ത് കാണില്ല ജിമ്മിലൊന്നും പോകാത്തവർക്ക്. പക്ഷെ ബൈസെപ്സ് എല്ലാവർക്കും ഒരു ഇതൊക്കെ കാണും. കാരണം അവര് ചോറിനാനും ഒക്കെ ഇതുണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ട്രൈസിപ്സ് ചെയ്ത് വലുതാക്കി എടുക്കണം. പക്ഷെ അങ്ങനെ വലുതാവണമെങ്കിൽ അതാണ് മറ്റേതിനേക്കാളും ബൈസെപ്സിനേക്കാളും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ട്രൈസിപ്സ് ആണ്. ചേട്ടന്റെ ജിം അവിടെ തലശ്ശേരിയിലാണല്ലേ? എന്റെ ജിം ഇപ്പം തലശ്ശേരിയിലാണ്. ഞാനിപ്പം എന്റെ സ്വന്തം ജിമ്മ് ഞാൻ വിറ്റു. ഞാൻ ഇപ്പം മകളുടെ അടുത്തൊക്കെ USA പോകുമ്പോൾ എനിക്ക് നടത്താൻ ബുദ്ധിമുട്ടായത് കാരണം ഞാനത് കൊടുത്തു. ഇപ്പൊ ഞാൻ വേറൊരു പ്രീമിയം ജിമ്മിൽ വർക്ക് ചെയ്യാണ്. ഈ പ്ലേ ഫിറ്റ്നസ് അരീന എന്ന് പറഞ്ഞ ജിമ്മിനകത്താണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോ. ലൈഫിൻ എന്നുള്ളത് പഴയ ജിമ്മിന്റെ പേരായിരുന്നു. അതെന്റെ ജിമ്മിന്റെ പേരാണ് ലൈഫിൻ. ഇപ്പൊ ഞാൻ പ്ലേ ഫിറ്റ്നസ് അരീനയിലാണുള്ളത്. തലശ്ശേരി. ഓക്കെ. മറ്റെന്തെങ്കിലും പൊതുവെ ഇപ്പൊ നമ്മള് 1 മണിക്കൂർ കൂടുതലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാത്ത ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടന് പറയാനായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരുവിധം ഞാൻ ഓർത്തു വെച്ച കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു. ചില കാര്യങ്ങൾ രാകേഷ് ഓർമ്മപ്പെടുത്തി എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഇനിയും കാണാം. താങ്ക് യു.